വളരെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത സുപ്രധാനമായ ഒരു ദിവസമാണ് നമ്മളോട് ഇവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ പകൽ സമയം, ഇന്ത്യൻ സമയം കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ ചിരകാലാഭിലാഷമായ സുപ്രഭാതം ദിനപത്രം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പ്രകാശിതമായിരിക്കുകയാണ്. അതിന്റെ ട്രയൽ കോപ്പികൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാടുകളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിന്റെ ഔപചാരികമായ പതിപ്പ് സപ്ലിമെന്റോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. സുപ്രഭാതത്തിന്റെ ഇതളുകൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അത് വായിച്ചു നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും അള്ളാഹുവിനോടുള്ള ശുക്റും അള്ളാഹുവിന്റെ മുമ്പിലുള്ള താഴ്മയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുണ്ടായി. കാരണം സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വിജ്ഞാനപ്രദമായ ധാരാളം പംക്തികൾ സുപ്രഭാതത്തിലൂടെ പ്രകാശനമാവുകയും ചെയ്യുന്ന ആ വരികൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കെത്രയോ അപ്പുറമാണ് സുപ്രഭാതത്തിന്റെ സ്ഥാനം അക്ഷര കൈരളിക്ക് സമ്മാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ പിന്തുണയോടുകൂടി അത് മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് പ്രവാചകനിൽ നിന്ന് സഹാബത്തിലൂടെ കൈമാറി കിട്ടിയ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വളരെ അടിയുറച്ച ചില നിലപാടുകളും തത്വാധിഷ്ഠിതമായ പ്രവർത്തന രീതികളുമുണ്ട്. ആ പ്രവർത്തന രീതികളും നിയമങ്ങളും അനുസൃതമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രഭാതത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും പരിചയപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആ പത്രം മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം ആളുകൾ ആ പത്രത്തെ കാത്തിരിക്കുകയും സാധാരണക്കാർ അത് നെഞ്ചിലേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ നാടുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. എല്ലാവരും സുപ്രഭാതം വായിക്കുകയും അതിൽ നിന്ന് പാഠങ്ങളും വിദ്യകളും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ധന്യമായ ഒരു മുഹൂർത്തത്തെയാണ് ഇന്ന് മുതൽക്ക് നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ അഭിലാഷം പൂവണിപ്പിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈയുള്ളവനോട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ആചാരം, നല്ലതും ചീത്തയും എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ആചാരം എന്ന് പറയുന്നത്? ഒരു മലയാള പദമാണ്, മലയാള വാക്കാണ്. അതിനെ അറബീകരിച്ചുകൊണ്ട് ബഹുമാനനായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സമദ് ഫൈസി പറഞ്ഞു, മഅമൂലുകൾ അമല് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നർത്ഥം. അതിനെ നമ്മൾ മലയാളീകരിച്ചുകൊണ്ട് പറയാറുണ്ട്, മാമൂലുകൾ എന്ന് പറയാറുണ്ട്. ആചാരം എന്ന് പറഞ്ഞ ഈ വാക്കിന് മലയാള ഭാഷയിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ധാരാളം അർത്ഥങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആചാരത്തിന്റെ പദാർത്ഥമായിട്ട്, അതിന്റെ വാക്കർത്ഥമായിട്ട് ചടങ്ങ്, ഏർപ്പാട്, സമ്പ്രദായം, മുറ, രീതി, നാട്ടുനടപ്പ്, കീഴ്വഴക്കം, മര്യാദ, വിനയം, പ്രവൃത്തി, ധർമാനുഷ്ഠാനം, ഇങ്ങനെ പല അർത്ഥങ്ങളും കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേവലം ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് മാത്രം ആചാരമെന്ന് പറയാറില്ല എന്നാണ് ഈ വാക്കർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുക. ഒരാളിപ്പോ ഒരു പ്രവൃത്തി പെട്ടെന്ന് ചെയ്തു, ഒരു കത്തിയെടുത്തിട്ട് ഒരു മരത്തുമ്മ കുത്തി, അതല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, അല്ലെങ്കിൽ ഒന്ന് കുമ്പിട്ട് നിന്നു, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നു. അതിനെ സംബന്ധിച്ച് ഈ വാക്കർത്ഥപ്രകാരം ആചാരം എന്ന് സാധാരണഗതിയിൽ പ്രയോഗിക്കാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അതൊരു ചടങ്ങ്, അല്ലെങ്കിൽ ഒരു ഏർപ്പാട്, സമ്പ്രദായം,
മുറ, രീതി, നാട്ടുനടപ്പ്, കീഴ്വഴക്കം എന്നിങ്ങനെയൊക്കെയാണ് അതിന് അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറെ ആഴ്ചകളായിട്ട്, അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പതിവായിട്ട് ക്രമപ്രകാരമായിട്ടോ ക്രമരഹിതമായിട്ടോ ഒക്കെ ഇങ്ങനെ കാലങ്ങളായിട്ട് ചെയ്തു പോരുന്ന സാമ്പ്രദായികമായ രീതികളെ സംബന്ധിച്ചായിട്ട് ആണ് മലയാള ഭാഷയിൽ ആചാരം എന്നുള്ള പദത്തെ പ്രയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ മാമൂലുകൾ അല്ലെങ്കിൽ മഅമൂലുകൾ എന്ന് നമ്മൾ പറയുന്നതും, മഅമൂൽ എന്നുള്ളതിനെ മലയാളീകരിച്ചുകൊണ്ട് മാമൂൽ എന്ന് പറയും. അതിന് ഉറുദുവിൽ മഅമൂൽ എന്ന് പറയുമ്പോൾ ഉറുദുവിലും മാമൂൽ എന്ന് തന്നെ പറയാറുള്ളത്. മഅമൂൽ എന്ന് ഐൻ ഉച്ചരിക്കാതെ തന്നെ മാമൂൽ, ഉറുദുവിലും ഹിന്ദിയിലൊക്കെ അങ്ങനെ പറയാറുണ്ട് മാമൂൽ എന്ന്. അപ്പൊ അതുപോലെ തന്നെ മലയാളത്തിലും മാമൂൽ എന്ന് പറയുന്നു എന്ന് മാത്രം. ആചരിക്കുക എന്നുള്ളത് അതിന്റെ ക്രിയാപദമാണ്. ആചാരം എന്നുള്ളത് ഇതിന്റെ ക്രിയാപദമാണ്. ആചരിക്കുക എന്ന് പറയുന്നത് പ്രവർത്തിക്കുക, അനുഷ്ഠിക്കുക, ചെയ്യുക, കൈക്കൊള്ളുക, ശീലിക്കുക തുടങ്ങിയ അർത്ഥങ്ങൾ അതിന് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശീലിച്ചു പോരുന്ന സമ്പ്രദായങ്ങളെ, രീതികളെ, മുറകളെ സംബന്ധിച്ചാണ് ആചാരം എന്ന് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഷാപരമായ ചർച്ച മാത്രമാണ്. സാങ്കേതികമായി അല്ലെങ്കിൽ മതപരമായി വിവക്ഷിക്കുമ്പോഴുള്ള അർത്ഥങ്ങളിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിൽ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ചുരുക്കത്തില് സാങ്കേതികമായിട്ട് ഭാഷയെ തന്നെ നമുക്ക്, ഭാഷയിലുള്ള വിശാലമായ അർത്ഥങ്ങളെ സാങ്കേതികമായി പരിമിതപ്പെടുത്തുന്ന സ്വഭാവം സാധാരണ എല്ലാ പദങ്ങളിലും നമ്മൾ ശീലിച്ചു വരാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുതുബ. ഖുതുബ എന്ന് പറയുന്നത് പ്രസംഗം എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന ഖുതുബ, വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ ഓതുക, അല്ലെങ്കിൽ പെരുന്നാൾക്ക് ഖുതുബ ഓതുക, നിക്കാഹിന് ഖുതുബ നിർവഹിക്കുക പോലുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തികച്ചും പരിമിതമായ, അതല്ലെങ്കിൽ പ്രത്യേകമായ രീതിയും ശൈലിയും നിബന്ധനകളും എല്ലാം കൊണ്ട് പാലിക്കപ്പെടുന്നതായ രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചായിട്ടാണ് ഖുതുബ എന്ന് പറയുക. ചുരുക്കത്തിൽ ഹംദ് കൊണ്ട് തുടങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ നിർബന്ധ ഘടകങ്ങളും അനുബന്ധങ്ങളും കൂടി ചേർന്ന ചില പ്രത്യേക വ്യവസ്ഥകളും അതുപോലെ നിയമങ്ങളും പാലിക്കപ്പെടേണ്ടുന്നതുമായ ഒരു ഇബാദത്തിനെ സംബന്ധിച്ചാണ് ഖുതുബ എന്ന് പറയാറുള്ളത്. അതുപോലെ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പൊ സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിലുള്ള ഒരു വാക്കാണ് സ്വലാത്ത്. ആ വാക്കിന് ഭാഷാപരമായിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നാണ് അതിന് അർത്ഥം. അതേസമയത്ത് അതേ വാക്ക് തന്നെ മതത്തിന്റെ വിവക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, അഥവാ മതപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വലാത്ത് എന്നുള്ളതിന് പല അർത്ഥങ്ങളും വരും. അതിന് പ്രാർത്ഥന എന്ന അർത്ഥമാകില്ല ഉണ്ടാവുക. മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന സവിശേഷങ്ങളായ ചില വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും സമുച്ചയമായ നിസ്കാരം എന്ന അർത്ഥത്തിലാണല്ലോ സ്വലാത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് എന്ന അറബി ഭാഷയിലുള്ള പദവും അതിൽ നിന്ന് നിഷ്പന്നമായ മറ്റു പദങ്ങളും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഉസല്ലി, അല്ലെങ്കിൽ നുസല്ലി, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി തുടങ്ങി സ്വലാത്ത് എന്ന അറബി ഭാഷയിലുള്ള അതേ പദം, അത് മറ്റു ഭാഷകളിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. സ്വലാത്ത് എന്ന അറബി ഭാഷയിലുള്ള അതേ പദമോ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ മറ്റു പദങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ മുഅ്മിനീങ്ങളായ ആളുകൾ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ് സ്വലാത്ത് എന്ന് പറയുക. ഇപ്പൊ മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കരുണയും രക്ഷയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരാൾ ദുആ ചെയ്താൽ അത് കേവലം ഒരു പ്രാർത്ഥന മാത്രമേ ആവുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് സ്വലാത്ത് ചൊല്ലി എന്ന് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കരുണാ കടാക്ഷം വർഷിക്കുമാറാവട്ടെ എന്ന് പൊട്ടിച്ചതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി എന്ന് പറയൂല. സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറബിയിലുള്ള സ്വലാത്ത് എന്ന വാക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദുആ, ആ ദുആ അറബിയിലുമാവാം അല്ലെങ്കിൽ മലയാളത്തിലുമാവാം. നബിയുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചെയ്യട്ടെ, നബിയുടെ മേൽ അല്ലാഹു സ്വലാത്തും സലാമും വർഷിപ്പിക്കട്ടെ എന്ന് മലയാളവും അറബിയും മിക്സ് ചെയ്തിട്ടോ
അല്ലെങ്കിൽ അറബിയെ മാത്രമാക്കിയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ തുടങ്ങി അറബിയിൽ മാത്രമാക്കിയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണല്ലോ അതിനെ സംബന്ധിച്ച് സ്വലാത്ത് എന്ന് പറയുക. അപ്പൊ ചുരുക്കത്തിൽ സ്വലാത്ത് എന്ന വാക്കിന് ഭാഷാപരമായിട്ട് നിഘണ്ടുക്കളിൽ കാണുന്ന അർത്ഥങ്ങളെ വളരെ ചുരുക്കിക്കൊണ്ട് പരിമിതപ്പെടുത്തിക്കൊണ്ട് ചില നിബന്ധനകളും കൂട്ടിച്ചേർക്കലുകളും വ്യവസ്ഥകളും ഉണ്ടാകുമ്പോഴാണ് അതിന് ശർഇന്റെ ഭാഷയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ മതപരമായ വിവക്ഷയിൽ ഉപയോഗിക്കുമ്പോൾ സ്വലാത്ത് നിസ്കാരം അല്ലെങ്കിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക തുടങ്ങിയ അർത്ഥങ്ങൾ അതിന് വരിക എന്ന് പറയും പോലെ തന്നെയാണ് ആചാരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നടപ്പിനെ സംബന്ധിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മറിച്ച് വ്യക്തിയോ വ്യക്തികളോ സമൂഹമോ ശീലമാക്കിയ കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഈയുള്ളവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ആചാരം എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാന്യന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ സമ്മതമുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി ആചാരം നല്ലതും ചീത്തതും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരല്പസമയം ഇങ്ങനെ സംസാരിക്കുവാൻ സമയവും സന്ദർഭവും ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ധാരാളം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആചാരപരമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മതത്തിന്റെ തീർപ്പുകൾ എന്തൊക്കെയാണ് എന്നും മതപരമായി നാം തിരുത്തേണ്ടുന്ന അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. പലപ്പോഴും ചർച്ചയിൽ വരുന്ന കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുടെ ഓർമ്മയിലും അറിവിലും പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അയാൾ പറയുക. അതേസമയത്ത് ശ്രോതാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആളെക്കാട്ടിലും വലിയ എത്രയോ അറിവും എത്രയോ ബുദ്ധിയും എത്രയോ ബുദ്ധികൂർമ്മതയുമുള്ള ധാരാളം ശ്രോതാക്കൾ KCR-ലൂടെ നേരിട്ടും അതുപോലെ തന്നെ റേഡിയോ വഴിക്കുമൊക്കെ ആയിട്ട് ഈ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, അതുപോലെ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഉണർത്താം, അതുപോലെ ഓർമ്മയിൽ വരാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ അതിനെ പൂരിപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ആചാരം നല്ലതും ചീത്തയും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതിവാര ചർച്ചയായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിനെ അല്ലാഹു തആല മാറ്റട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഒന്ന് ദുആ ചെയ്യുകയാണ്. കാരണം ഒരുപാട് ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിന്റേതായ പ്രാദേശികമായ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആചാരം ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കോഴിക്കോട് ജില്ലക്കാരുടെ ആചാരങ്ങൾ കണ്ണൂർ ജില്ലക്കാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുപോലെ കണ്ണൂർ ജില്ലക്കാർക്കുള്ളത് കാസർഗോഡ് ജില്ലക്കാർക്കും തിരുവനന്തപുരത്തുകാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഏകീകരിച്ച ആചാരങ്ങൾ ഉണ്ടാകും. അങ്ങനെ നടന്നു പോരുന്ന സാമ്പ്രദായികമായി ചെയ്തു പോരുന്ന ശീലങ്ങൾ, ആ ശീലങ്ങളെ സംബന്ധിച്ചാണ് ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ടോപ്പിക്കായ ആചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആചാരം അത് ഇസ്ലാമികമായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ദീനിന്റെ അളവുകോളിലൂടെ പണ്ഡിതോചിതമായി അതിനെ സമീപിക്കുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നല്ലതാന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. നല്ലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യങ്ങൾ. വേറെ ഒരുപാട് കാര്യങ്ങൾ ചീത്തയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുറ്റം കിട്ടുന്ന കാര്യങ്ങൾ എന്ന് മുഴുവനാക്കി പറയാൻ കഴിയില്ല. ചീത്ത ആചാരങ്ങളിൽ കുറ്റം കിട്ടുന്ന കാര്യങ്ങളുണ്ട്, കുറ്റം കിട്ടുകയില്ലെങ്കിലും ഉപേക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആവർത്തിക്കാം. ആചാരങ്ങളിൽ നിന്ന് ചീത്തയായവ എല്ലാം തന്നെ കുറ്റകരമാണ്, അല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അദാബിന് വിധേയമാക്കപ്പെടുന്നവയാണ്. മറ്റു ചിലത് കറാഹത്താവാം, വേറെ ചിലത് ഖിലാഫുൽ ഔലയാവാം. എന്ന് പറഞ്ഞാൽ നല്ലതിന് എതിരായി സംഭവിക്കുന്നതാവാം. അപ്പൊ കറാഹത്തോ ഖിലാഫുൽ ഔലയൊക്കെ ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഹറാമിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശിക്ഷാർഹം എന്ന് വിധിക്കപ്പെടാൻ പറ്റുകയില്ല, ന്യായമില്ല. അതേസമയത്ത് ഹറാമാണെന്ന് വ്യക്തമായി നമ്മുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത്തരം സംഗതികളെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് തെറ്റാണെന്ന്
അല്ലെങ്കിൽ ശിക്ഷാർഹമാണെന്ന്, അതല്ലെങ്കിൽ കുറ്റകരമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതേസമയത്ത് കറാഹത്തിന്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് അഭിലഷണീയമല്ലാത്തത് എന്നാണ്. അഥവാ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതും ഉപേക്ഷിക്കേണ്ടുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് കറാഹത്ത് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വലതുഭാഗത്തേക്ക് തുപ്പുക എന്ന് പറയുന്നത് ഒരു കറാഹത്തായിട്ടാണ് നമ്മൾ ഉദാഹരണം പറയാറുള്ളത്. അതിന്റെ അർത്ഥം വലതുഭാഗത്തേക്ക് തുപ്പിയാൽ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുന്നല്ല, മറിച്ച് അതിനെ ഉപേക്ഷിച്ചാൽ ഒരാൾക്ക് തുപ്പേണ്ടി വരുന്ന സമയത്ത് അയാൾക്ക് വലതുഭാഗത്തേക്കും തുപ്പാൻ ഇടമുണ്ട്, ഇടതുഭാഗത്തേക്ക് തുപ്പാനും സൗകര്യമുണ്ട്. എന്നാൽ അയാൾ വലതുഭാഗത്തേക്ക് തുപ്പുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇടതുഭാഗത്തേക്ക് തുപ്പുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ വലതുഭാഗത്തേക്ക് തുപ്പുന്നതിനെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അയാൾക്ക് കൂലി കിട്ടും. പക്ഷെ ഒരാൾ ഇനി അങ്ങനെ ചെയ്യാതെ വലതുഭാഗത്തേക്ക് തുപ്പി എന്ന് വിചാരിക്കാം അല്ലേ, എന്നാൽ അയാൾ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കൂല. കാരണം അത് കറാഹത്തിന്റെ പട്ടികയിലാണ് ബഹുമാനപ്പെട്ട ഇമാമുമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ചീത്ത ആചാരങ്ങളെ സംബന്ധിച്ചും ആചാരങ്ങൾ ചീത്തയാണെന്ന് തീർച്ചപ്പെട്ട് കഴിഞ്ഞാൽ ആ ചീത്ത ആചാരങ്ങൾ കറാഹത്തിന്റെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുറ്റകരമല്ലെങ്കിലും ഉപേക്ഷിക്കപ്പെടേണ്ടുന്നതായ കാര്യങ്ങളുടെ പട്ടികയിലാണോ ഉൾപ്പെടുന്നത് എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ അതിനെപ്പറ്റി കറാഹത്ത് എന്ന് മാത്രമേ വിധിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അതേസമയത്ത് കുറ്റകരമായത്, ശിക്ഷാർഹമായത് അത്തരത്തിലുള്ള വിഷയങ്ങളിലാണ് ഇത് ഉൾപ്പെടുന്നതെങ്കിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഹറാമിന്റെ പട്ടികയിലും ഉൾപ്പെടുത്തണം. അപ്പൊ ഏതെങ്കിലും ഒരു ആചാരം അത് ദീനിന്റെ കാഴ്ചപ്പാടിൽ തെറ്റായി അത് ചീത്തയാണെന്ന് വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ചീത്തയാണെന്ന് വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി അതിനെ സംബന്ധിച്ച് ശിക്ഷാർഹം, കുറ്റകരം, അദാബ് ലഭിക്കുന്നത് എന്നിങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറേ നമ്മുടെ പ്രബോധന രംഗത്തുള്ള പല ആളുകളും, അത് സുന്നികളാവട്ടെ ബിദഈകളാവട്ടെ, അവരൊക്കെ ഇങ്ങനെ ചീത്ത ആചാരങ്ങളായിട്ട് വരുന്ന ആചാരങ്ങളെ അത് കുറ്റകരമാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അങ്ങനെ തീർപ്പ് കൽപ്പിക്കുവാൻ വരുന്നതിന് മുമ്പായിട്ട് പണ്ഡിതന്മാർ, ഉലമാക്കൾ, ദീനിന്റെ കാര്യങ്ങളെക്കുറിച്ച് വകതിരിവുള്ള ആളുകൾ, അവർ അതിനെ സംബന്ധിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പഠിക്കാതെ, അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ അത്തരം ഒരു പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അത്തരം വിലയിരുത്തലുകളോ നടത്തുന്നത് ശരിയല്ല എന്ന് നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തില് പ്രതിഫലാർഹമായ ആചാരങ്ങളുണ്ട്. അത് ചിലപ്പോൾ നിർബന്ധമായ ആചാരങ്ങളാവും, ചിലപ്പോൾ സുന്നത്തായ ആചാരങ്ങളാകും. അതേപോലെ തന്നെ ചീത്ത ആചാരങ്ങളുണ്ട്, അത് ഹറാമാകും അല്ലെങ്കിൽ കറാഹത്താകും. ഇനി ഇത് രണ്ടിന്റെയും ഇടക്കുള്ള ആചാരങ്ങളുണ്ട്. രണ്ടിന്റെയും ഇടക്കുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മുബാഹായ, അനുവദനീയമായ ആചാരങ്ങൾ. അനുവദനീയമായ ആചാരങ്ങളുടെ പൊതു സ്വഭാവം, അനുവദനീയം എന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിക്കലും അതിനെ പ്രവർത്തിക്കലും സമാസമമായിട്ട് നിലകൊള്ളുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അനുവദനീയം എന്ന് പറയാം. മുബാഹ് എന്നാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഹലാൽ എന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മുബാഹായ കാര്യങ്ങളുടെ പൊതു സ്വഭാവം, അതിന് അലൽ ഇത്ലാഖ് അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അത് കൂലിയില്ല കുറ്റമില്ല എന്നാ പറയാറുള്ളത്. കൂലിയില്ല കുറ്റമില്ല. പക്ഷെ അതേസമയം തന്നെ മുബാഹായ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരു സുന്നത്തോ ഫർദോ ആയ കാര്യങ്ങൾക്ക് സഹായകമാകുക എന്ന ഒരു ഖസ്ദ്, എന്ന ഒരു വിചാരം, എന്ന ഒരു കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നിലക്ക് അതിന് മറ്റു വിധേനയുള്ള പ്രതിഫലങ്ങൾ അതിന് ലഭിക്കുന്നതുകൊണ്ട് മുബാഹായ ആചാരങ്ങളെയും സദാചാരങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ ഞാനിപ്പോ പറഞ്ഞതിന്റെ ആചാരം എന്ന എന്റെ വിഷയത്തിന്, എന്റെ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഞാനതിനെ എന്താക്കിയതാണ്, കട്ടുടച്ചതാണ്. അങ്ങനെ കട്ടുടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്നത് പ്രതിഫലാർഹമായതിനെ സംബന്ധിച്ച് സദാചാരമെന്നും അതുപോലെ തന്നെ ചീത്തയായതിനെ സംബന്ധിച്ച് ദുരാചാരമെന്നും, രണ്ടിന്റെയും ഇടക്ക് നിൽക്കുന്ന അനുവദനീയമായ ആചാരങ്ങൾ അത് പല വിധത്തിലും പ്രതിഫലം ലഭിക്കുവാനുള്ള വഴികൾ അതിന് മുമ്പിൽ ഉണ്ടായതുകൊണ്ട് അതും സദാചാരത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉണർത്തിയത്. ഇങ്ങനെ ആചാരങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് സദാചാരം, രണ്ട് അനാചാരം. അതാണ് എന്റെ വിഷയത്തിൽ ആചാരം നല്ലതും ചീത്തയും. നല്ലത് എന്ന് പറഞ്ഞതിൽ ഫർളായ ആചാരങ്ങൾ ഉൾപ്പെടുന്നു, സുന്നത്തായ ആചാരങ്ങൾ ഉൾപ്പെടുന്നു,
അനുവദനീയമായ ആചാരങ്ങളും ഉൾപ്പെടുന്നു. ചീത്തയായ ആചാരങ്ങൾ എന്ന് പറഞ്ഞതിൽ കറാഹത്തായ ആചാരങ്ങൾ പെടും, ഖിലാഫുൽ ഔലിയായ ആചാരങ്ങൾ പെടും, നിഷിദ്ധമായ ഹറാമായ ആചാരങ്ങളും ഉൾപ്പെടും. ഇത് ആചാരത്തിന്റെ ഒരു വർഗീകരണമാണ്, ഒരു വിഭജനമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു അർത്ഥത്തിലും നമുക്ക് ആചാരങ്ങളെ വിഭജിക്കാം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വിശദീകരണം ശരിക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഒരു ആമുഖം പോലെയാണ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ആചാരങ്ങളെയും വെവ്വേറെ നമുക്ക് ചർവിതമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള മതവിധികൾ, ഒരുപക്ഷെ ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന എനിക്ക് അറിയാത്ത മതവിധികൾ അറിയാവുന്ന എത്രയോ പണ്ഡിത മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ചക്രവാളത്തിൽ മുങ്ങിക്കുളിക്കുന്ന എത്രയോ പണ്ഡിത മഹത്തുക്കൾ നമ്മുടെ ഈ ക്ലാസ് റൂമിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത് ഉറപ്പാക്കാൻ കാരണം നേരിട്ട് പരിചയമുള്ള, നേരിട്ട് മനസ്സിലാക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ, നമുക്കറിയാത്ത എത്രയോ ഇബാറത്തുകൾ, നമുക്കറിയാത്ത എത്രയോ കിതാബുകളിലുള്ള ഉദ്ധരണികൾ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ മുൻപത്തെ ക്ലാസുകൾ എടുക്കുമ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ പറയുന്നതിനേക്കാൾ വിശാലമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ ആളുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അണിയറക്കു പിന്നിലും അതുപോലെ തന്നെ ശ്രോതാക്കളിലുമായിട്ടും ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആചാരത്തെ നമുക്ക് മറ്റൊരു വിധത്തിലും നമുക്ക് വർഗീകരിക്കാം. ആചാരത്തെ വേറൊരു വിധത്തിലും നമുക്ക് വർഗീകരിക്കാം. എന്താണത്? ഒന്ന്, മതത്തിന്റെ ഭാഗമാണെന്ന നിലക്ക് ചെയ്യുന്ന ആചാരങ്ങൾ. നല്ലോണം മനസ്സിലാക്കണം. മതത്തിന്റെ ഭാഗമാണെന്ന നിലക്ക് ചെയ്യുന്ന ആചാരങ്ങൾ എന്നുവെച്ചാൽ ഒരാചാരം അത് മതത്തിന്റെ ഭാഗമാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്കാമുല്ലാഹ് എന്നാണ് മതം എന്ന് പറഞ്ഞാൽ. അൽ അഹ്കാമു ശർഇയ്യ, ശർഇയ്യായ വിധിവിലക്കുകളെ സംബന്ധിച്ചാണ് മതം എന്ന് പറയുക. അത് വിശ്വാസപരമായ വിധിവിലക്കുകളുണ്ട്, അതുപോലെ അനുഷ്ഠാനപരമായ വിധിവിലക്കുകളുണ്ട്, സംസ്കരണ സംബന്ധമായ വിധിവിലക്കുകളുണ്ട്. എന്നുവെച്ചാൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ അഖീദ സംബന്ധമായുള്ള വിധിവിലക്കുകളുണ്ട്, ഫിഖ്ഹ് സംബന്ധമായ വിധിവിലക്കുകളുണ്ട്, തസവ്വുഫ് സംബന്ധമായ വിധിവിലക്കുകളുണ്ട്. ഇങ്ങനെ അഖീദയുടെ ഭാഗമാണെന്നോ ഫിഖ്ഹിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ തസവ്വുഫിന്റെ ഭാഗമാണെന്നോ എന്ന നിലക്ക് അനുഷ്ഠിക്കപ്പെടുന്ന ആചാരങ്ങൾ. രണ്ടാമത്തത്, മതത്തിന്റെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് ലൗകികമായ, മതത്തിന്റെ വിപരീതമായിട്ട്, മതത്തിന്റെ എതിരായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, ഞാൻ തെരഞ്ഞെടുത്ത വാക്ക് ലൗകികം എന്നാണ്. ബഹുമാനപ്പെട്ട കെ.ടി. മാനൂസ്ലിയാർ ഉസ്താദ് അവറുകളുടെ പ്രഭാഷണത്തിൽ പലപ്പോഴും മതപരം എന്നതിന്റെ എതിരിലായിട്ട് ബഹുമാനപ്പെട്ടവർ ലൗകികം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഓർമ്മയിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പ്രത്യേകിച്ച് സെലക്ട് ചെയ്തത്. മതപരം, ലൗകികം. ബഹുമാനപ്പെട്ടവര് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രവർത്തിക്കുക, ലൗകിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയും വേണ്ടത് ചെയ്യുക. അങ്ങനെ വേണ്ടത് എന്നൊരു വാക്കൊക്കെ ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിൽ വരാറുണ്ട്. അപ്പോ മതപരമായ നിലക്ക് അനുഷ്ഠിക്കപ്പെടുന്ന ആചാരങ്ങൾ. രണ്ട്, ലൗകികമായ നിലക്ക് അനുഷ്ഠിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെടുന്ന വിശ്വാസമോ വരാത്ത വിധം ലൗകികമായി, ഐഹികമായി, നമ്മുടെ ഭൗതികമായ ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ചില ആളുകൾക്ക്. മതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വിഷയത്തിൽ മാത്രമേ ആ സദാചാരവും അനാചാരവും വേർതിരിക്കപ്പെടുന്നുള്ളൂ എന്നാണ്. അതേസമയത്ത് ലൗകികമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന കാര്യങ്ങളിൽ സദാചാരവും അനാചാരം എന്നിങ്ങനെയുള്ള വേർതിരിവില്ല. അതെങ്ങനെയായാലും മതി, അതിൽ ചോദ്യം ചെയ്യേണ്ടതില്ല, അതിൽ തെറ്റുണ്ടെങ്കിൽ എതിർക്കേണ്ടതില്ല, അതിൽ തെറ്റും ശരിയും വിലയിരുത്തേണ്ടതില്ല എന്നിങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. കൃത്യമായി വ്യക്തമായി പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ ബിദ്അത്തിനെ സംബന്ധിച്ച് തേരാപാര പ്രസംഗിച്ചു നടക്കുന്ന വഹാബി മൗലവിമാരുണ്ടല്ലോ, അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവര് ഇപ്പൊ ഉദാഹരണം പറയാൻ, ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അവര് ഇപ്പോ നബിദിനാഘോഷം
അത് അനാചാരമാണെന്ന് അവർ പറയും. നബിദിനാഘോഷം അനാചാരമാണ്. അതിന് വഹാബി മൗലവിമാരും തബ്ലീഗിന്റെ മൗലവിമാരൊക്കെ ആ ആശയക്കാരാണ്. അത് അനാചാരമാണ്. അതുപോലെ തന്നെ മഹാന്മാരുടെ മഖ്ബറകളെ പരിപാലനം കർമ്മം നിർവഹിക്കുക എന്നുള്ളത് അനാചാരമാണ്. അത് മതത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടുന്നു എന്നുള്ള നിലക്ക് അത് അനാചാരമാണ്. ഒന്നുകൂടി കടന്നുകൊണ്ടവർ പറയും അത് ഷിയാക്കളുടെ പ്രവർത്തനമാണ്. വഹാബി മൗലവിമാര് സാധാരണ പറയാറുണ്ട് അതൊക്കെ ഷിയാക്കളുടെ പ്രവർത്തനമാണ്. വഹാബി മൗലവിമാർ മാത്രമല്ല, തബ്ലീഗിന്റെ ആചാര്യന്മാരും ഇപ്പോൾ അവരും പറയുന്നത് ഷിയാക്കളുടെ പ്രവർത്തനമാണെന്നാ പറയുന്നത്. ഇത്തരം ആചാരങ്ങളൊക്കെ ഷിയാക്കളുടെ പ്രവർത്തനമാണ്. തബ്ലീഗരും അതന്നെ പറയുന്നത്. തബ്ലീഗരുടെ ഏറ്റവും പുതിയ മലയാളത്തിലുള്ള ഏറ്റവും പുതിയ ബൃഹത്തായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വരെ സുന്നത്ത് ജമാഅത്തിന്റെ നിരവധി ആചാരങ്ങൾക്ക് നേരെ ഷിയായിസം ആരോപിച്ചിരിക്കുകയാണ്. ഷിയായിസം കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന പല ആചാരങ്ങളെ സംബന്ധിച്ചും തബ്ലീഗ് ജമാഅത്തുകാരത് ഷിയാക്കളുടെ ആചാരമാണ് എന്ന് പ്രസ്താവിച്ചതായിട്ട് ഇന്ന് മഗ്രിബിന് ശേഷം ഈ ഉള്ളവൻ വായിക്കുകയുണ്ടായി. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സത്യം മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖും ബുദ്ധിയും അറിവും ഹിദായത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പൊ ചുരുക്കത്തിൽ മതത്തിന്റെ ഭാഗം എന്ന നിലക്ക് നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളിലും നല്ല ആചാരങ്ങളുണ്ട്, ചീത്ത ആചാരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ലൗകികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ നബിദിനാഘോഷത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാഘോഷം അത് എന്താ നിങ്ങൾ എതിർക്കാത്തത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലല്ലോ. അത് 1947 മുതൽക്ക് അല്ലെങ്കിൽ 48 മുതൽക്ക് ആരംഭിച്ച ഒരു പ്രവർത്തനമാണല്ലോ. അതിൽ മറ്റു മതവിഭാഗങ്ങളെപ്പോലെ മുസ്ലിമീങ്ങളും സജീവമായിട്ട് സഹകരിക്കുന്നുണ്ടല്ലോ. മറ്റു മതവിഭാഗങ്ങളെപ്പോലെ മുസ്ലിമീങ്ങളും അതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടല്ലോ, ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രസ്തുത ആഘോഷത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് മതത്തിന്റെ ഭാഗമല്ലല്ലോ, അത് കേവലം ഭൗതികമായൊരു പ്രവർത്തനമല്ലേ, അത് കേവലം ലൗകികമായൊരു വിഷയമല്ലേ, അതിൽ ആചാരവും അനാചാരവും തിരയുന്നതിന് അർത്ഥമില്ല എന്ന ഒരു മുടന്തൻ മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടലാണ് നമ്മുടെ നാട്ടിലുള്ള അനാചാരത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെന്ന് ദുരവകാശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൗലവിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഏത് ആചാരമാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രവർത്തനമാണെങ്കിലും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ മുന്നിൽ ഇപ്പോ 220 ആളുകൾ എന്റെ മുന്നിൽ നേർക്ക് നേരെയായിട്ടും അതിന് അപ്പുറം എത്രയോ ആളുകൾ പരോക്ഷമായിട്ടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരു വലിയ ഒരു മജ്‌ലിസിനോട് സംസാരിക്കും പോലെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണ മൈക്ക് കെട്ടി പ്രസംഗിക്കും പോലെയുള്ള കൈകളെ കൊണ്ടുള്ള ആക്ഷനുകളൊക്കെ എന്റെ കൈകൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഇടത് കൈകൊണ്ട് ഞാൻ ആക്ഷൻ കൈകൾ കൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സാധാരണ പ്രസംഗിക്കും പോലെ. പക്ഷേ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ഒരാൾ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു ലൗകികമായ വിഷയമല്ലേ, അതിനെ സംബന്ധിച്ച് ഇസ്ലാമിന് ഹുക്കുമില്ല എന്നാണോ? അങ്ങനെയാണോ? അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇവിടുത്തെ വഹാബി മൗലവിമാരും മറ്റവരൊക്കെ പറയാം അതൊക്കെ ഓരോരുത്തരുടെ കൈകാലുകളെ കൊണ്ട് കാണിക്കുന്നതൊക്കെ അത് അവരവരുടെ പ്രവർത്തനങ്ങളല്ല, അതിനെപ്പറ്റിയൊന്നും ഇസ്ലാമിലൊരു ഹുക്കുമില്ല. അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ വിശാലത എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരേക്കുമുള്ള എല്ലാ കാര്യങ്ങളും, ഏത് ഹറക്കാത്ത് സക്കനാത്താണെങ്കിലും അതിനെ സംബന്ധിച്ച് ഇസ്ലാമിന് ഒരു വ്യക്തമായ ഒരു മാനദണ്ഡവും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവിടെ ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന് യാതൊരു വിഷയത്ത് യാതൊരു നിലക്കുള്ള സ്പർശനവും ഇല്ല. അതിനെ സംബന്ധിച്ച് നമ്മൾ പണ്ഡിതന്മാർ ചിന്തിക്കേണ്ടതില്ല, അതിനെ സംബന്ധിച്ച് നമ്മൾ പണ്ഡിതന്മാരോ ആലോചിക്കേണ്ടതില്ല, അത് നമ്മുടെ പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ വരേണ്ടതില്ല എന്ന നിലക്കുള്ള ഒരു നിലപാട് ഇസ്ലാമിനില്ല. ഇപ്പൊ സാധാരണ വെള്ളിയാഴ്ച ജുമഅക്ക് ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ ഖതീബ് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നതിന്റെ വിധി എന്താണ്? അങ്ങനെ ചെയ്യരുത് എന്നാണ്. അങ്ങനെ ആക്ഷൻ കാണിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? അവന്റെ കൈകൾ വലത് കൈയാണെങ്കിൽ അത് മിമ്പറിന്റെ വലതു പാർശ്വത്തിന്റെ മേൽ പിടിച്ചു നിൽക്കണം. ഇടത് കൈകൊണ്ട് എന്ത് ചെയ്യണം? ഇടത് കൈകൊണ്ട് അവൻ വാള് പിടിക്കണം എന്നാണ്. വാളോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു വസ്തുക്കളോ പിടിക്കണം എന്നാണ്. അപ്പോ അവിടെ വലത് കൈയിന് പ്രത്യേകമായൊരു ഡ്യൂട്ടിയുണ്ട്,
ഇടത് കൈയിന് പ്രത്യേകമായ മറ്റൊരു ഡ്യൂട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ കൈകൊണ്ട് സാധാരണ പ്രസംഗിക്കും പോലെ ആംഗ്യങ്ങൾ കാണിക്കാൻ ഖുതുബയിൽ നിയമമില്ല. അതുപോലെ തന്നെയാണ് നിസ്കാരം. നിസ്കാരം എന്ന് പറയുമ്പോൾ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിൽ, നൃത്തം എന്ന് പറയുന്ന ആ റുക്കിന് ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് കൈകളും നെഞ്ചിനു താഴെ പൊക്കിളിന് മീതെയായിട്ട് കെട്ടിവെക്കണം എന്നാണല്ലോ മസല. അപ്പൊ ആ സമയത്ത് മറ്റു അരുതായ്മകളോ മറ്റു കാര്യങ്ങളോ ആ കൈകളെ കൊണ്ട് ചെയ്യുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിന് റുക്കോയിലാണെങ്കിലും എഴുത്തിദാലിലാണെങ്കിലും സുജൂദിലാണെങ്കിലും അത്തഹിയാത്തിലാണെങ്കിലും രണ്ട് കൈകൾക്കും നിശ്ചിതമായ ചില ഡ്യൂട്ടികളുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫുഖഹാക്കള് അവിടെ മസല പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്, നിസ്കാരത്തില് ഖുനൂത്തിലൊഴികെ മറ്റുള്ള ദുആകൾക്കൊന്നും തന്നെ കൈകൾ ഉയർത്തൽ സുന്നത്തില്ല. കാരണം ഖുനൂത്തൊഴികെയുള്ള മറ്റുള്ള ദുആകളിലൊക്കെ കൈകൾക്ക് പ്രത്യേകമായ ചില ചുമതലകൾ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് ആ ചുമതലകൾ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ അയാൾ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഖുതുബോതുന്ന ഖത്തീബ്, അയാളുടെ കൈകൾക്ക് രണ്ട് കൈയിലും പ്രത്യേകമായ ചില ഡ്യൂട്ടികളുണ്ട്. അതേസമയത്ത് ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകൾക്ക് പ്രത്യേകമായ ഒരു ഡ്യൂട്ടി അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാവുമ്പോ പൊതുവായി ദുആ ഇറക്കുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. പൊതുവായി ദുആ ചെയ്യുമ്പോഴുള്ള നിയമം എന്താണ്? കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കൽ സുന്നത്താണ് എന്നുള്ള നിയമമാണുള്ളത്. അപ്പൊ ശ്രോതാക്കൾക്ക് കൈകൾ ഉയർത്തൽ സുന്നത്താണ്. അതേസമയത്ത് ഖത്തീബിന് അങ്ങനെ സുന്നത്തില്ല. ഖത്തീബ് ഖുതുബയുടെ ഒടുവിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉയർത്തേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് വലതു കൈ മിമ്പറിന്റെ വലതു പാർശ്വത്തിലും ഇടതു കൈ വാളിലോ തത്തുല്യമായ വസ്തുക്കളിലോ പിടിച്ചുകൊണ്ടും ജോലിയാവണം എന്നാണ് മസല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ നബിദിനാഘോഷം അനാചാരമാണെന്ന് പറയുന്ന ആളുകളോട് അതിന് അവർ പറയുന്ന അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യം ചോദിക്കും തിരിച്ച്. അങ്ങനെയാണെങ്കിൽ വൈവാഹികാഘോഷമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനമാഘോഷമോ അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ വാർഷികാഘോഷമോ അങ്ങനെയുള്ള വിഷയങ്ങളുടെ ആഘോഷ പരിപാടിയെ സംബന്ധിച്ചുള്ള വിധി എന്താണ്? അപ്പൊ അവർ പറയും അത് ലൗകികമായ വിഷയമല്ലേ, അതിനെ സംബന്ധിച്ച് അനാചാരമെന്നോ സദാചാരമെന്നോ അങ്ങനെ ഒരു തിരിവോ ഒന്നും പറയേണ്ടതില്ല. പക്ഷെ അങ്ങനെയല്ല, ആചാരം എന്ന് രണ്ടാലൊരു പട്ടികയിൽ അത് ഉൾപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാലൊരു പട്ടികയിൽ അത് ഉൾപ്പെടും. അപ്പൊ ചുരുക്കത്തിൽ ആചാരത്തെ മതത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കുന്നത് എന്ന നിലക്കാകുമ്പോഴും അതിൽ മതത്തിന്റെ ഭാഗമാണെങ്കിൽ അത് സദാചാരമാണ്. അഥവാ അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമല്ലാത്തതിനെ മതപരം എന്ന നിലക്ക് കൊടുക്കുമ്പോൾ അത് അനാചാരവുമാണ്. മതത്തിന്റെ ഭാഗമായി വരാത്തൊരു സംഗതിയെ മതപരമായിട്ട് അംഗീകരിക്കപ്പെടുന്നത് എന്ന നിലക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അനാചാരമാണ്. അതേസമയത്ത് മതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു സംഗതി അതിനെ മതത്തിന്റെ ഭാഗമായിട്ട് നിർവഹിച്ചാലോ അത് സദാചാരവുമാണ്. അപ്പൊ സദാചാരത്തെ നമ്മൾ ഒരിക്കലും തന്നെ അനാചാരമാക്കാൻ പാടില്ല, അനാചാരത്തെ സദാചാരമാക്കാനും പാടില്ല. ഇതാണ് അടിവരയിട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്. ഞാൻ ഓരോ വിഷയത്തിലേക്കും ഇപ്പൊ കടക്കുന്നില്ല. ആ സദാചാരത്തെ ഒരു നിലക്കും നമ്മൾ അനാചാരാക്കാൻ പാടില്ല. അതേസമയത്ത് അനാചാരത്തെ നമ്മൾ ഒരു നിലക്കും സദാചാരമാക്കാൻ പാടില്ല. മലയാളത്തിലുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആടിനെ പിടിച്ച്, പാവപ്പെട്ട സാധുജീവിയായ ആടിനെ പിടിച്ചിട്ട് ആദ്യം ഒരാൾ പട്ടിയാക്കുന്നു, പിന്നീട് ആ പട്ടിയെ പിടിച്ച് പേപ്പട്ടിയാക്കുന്നു. എന്നിട്ട് എന്ന് വെച്ചാൽ ആടിന് പട്ടിയുടെ തോലണിയിപ്പിക്കുന്നു, പേപ്പട്ടിയുടെ തോലണിയിപ്പിക്കുന്നു, എന്നിട്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നു. ഇത് ആടല്ല, ഇത് പേപ്പട്ടിയാണെന്ന് കബളിപ്പിക്കുന്നു. എന്നിട്ട് ആളുകളെല്ലാവരും കൂടിയിട്ട് ആ പാവപ്പെട്ട ആടിനെ തല്ലിക്കൊല്ലുന്നു. ഈ ഏർപ്പാടാണ് ഇന്ന് പല ബിദഈ മൗലവിമാരും നമ്മുടെ നാട്ടുംപുറങ്ങളിലും അതുപോലെ മറ്റു മീഡിയകളിലും അതുപോലെ വിഷ്വൽ മീഡിയകളിലും മറ്റു ഡിജിറ്റൽ മീഡിയകളിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ കൂർമ്മബുദ്ധിയോടുകൂടി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടുന്ന, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. എന്താണ് ആ പോയിന്റ്? ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ്? സദാചാരത്തെ ഒരിക്കലും നമ്മൾ അനാചാരാക്കാൻ പാടില്ല, അനാചാരത്തെ നമ്മൾ ഒരിക്കലും തന്നെ സദാചാരമാക്കാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ, ഫർളായ ഒരു കാര്യത്തെ സംബന്ധിച്ച്
ഫർള് ഖണ്ഡിതമായിട്ട് അവിതർക്കിതമായ ഒരു ഫർദിനെ സംബന്ധിച്ച് അത് സുന്നത്തേ ഉള്ളൂ, ഫർളൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല. ആ പറച്ചിൽ തന്നെ തെറ്റാണ്. അപ്പൊ ആ പറച്ചിലിന് അനുസൃതമായ പ്രവർത്തനങ്ങളും തെറ്റാവും. ഇനി നേരെ മറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു സുന്നത്തിനെ പിടിച്ച് ഫർളാക്കാനും പാടില്ല, ഒരു ഹലാലിനെ പറ്റി ഹറാമെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാന്മാരുടെ മക്ബറകൾ, ആ മക്ബറകളുടെ അവിടെയുള്ള സിയാറത്തിനെ സജീവമാക്കാനും ആ മഹാന്മാരുടെ ഖബറിടങ്ങളെ അതിനെ പ്രത്യേകമായി ആദരിക്കപ്പെടാനും അതുപോലെ അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുവാനുമൊക്കെ അവിടെ എടുപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള പ്രവർത്തനം ലോകമെമ്പാടും നടന്നിട്ടുണ്ട്. അത് ഇസ്ലാമിൽ അതിനെ സംബന്ധിച്ച് പറയുന്നു, അത് മുബാഹാണ്. ദീനിന്റെ വിധിവിലക്കുകൾ അറിയുന്ന വക്താക്കളായ ഇമാമുമാർ അവരുടെ കിതാബുകളിലെല്ലാം എഴുതി വെക്കുന്നു. ഉദാഹരണം മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിലും, അതുപോലെ ഷാഫിഈ മദ്ഹബിന്റെ മറ്റു ഫുഖഹാക്കളായ മഹാന്മാർ അവരവരുടെ കിതാബുകളിലും, ഉദാഹരണം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിലും, അതുപോലെ അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹാഷിയത്തു ഷർവാനിയിലും, ഇങ്ങനെ ഉള്ള നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയാണ് അതൊക്കെ ജായിസാണ് എന്ന് വെച്ചാൽ അതൊക്കെ അനുവദനീയമാണ്, അതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് അവരൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അത് മുബാഹായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള അനുവദനീയമായ ഒരു കാര്യത്തെ ഒരാൾ ഹറാമാണ്, അത് ബിദ്അത്താണ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്തവൻ നരകത്തിലാണ്, ചെയ്യിപ്പിച്ചവൻ നരകത്തിലാണ്, അതിന് അംഗീകരിച്ചവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞു നടന്നാലോ അതും ബിദ്അത്താണ്, തെറ്റാണ്. ഹലാലിനെ പിടിച്ച് ഹറാമാക്കലും തെറ്റാണ്, ഹറാമിനെ പിടിച്ച് ഹലാലാക്കലും തെറ്റാണ്, സുന്നത്തിനെ പിടിച്ച് കറാഹത്താക്കലും കറാഹത്തിനെ പിടിച്ച് സുന്നത്താക്കലും, ഫർദിനെ പിടിച്ച് ഹറാമാക്കലും ഹറാമിനെ പിടിച്ച് ഫർലാക്കലും, വാജിബിനെ പിടിച്ച് തെറ്റാക്കലും തെറ്റിനെ പിടിച്ച് ശരിയാക്കലും എല്ലാം തെറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സാധാരണഗതിയിൽ അനാചാരം എന്നുള്ളതിന്റെ നിർവചനമായിട്ട് പുത്തൻ പ്രസ്ഥാനത്തിന്റെ മൗലവിമാരൊക്കെ പറയാറുള്ളത് എന്താണ്? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം, നബി ചെയ്യാത്ത ഒരു കാര്യം പരലോകത്ത് പുണ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചാണ് അനാചാരം എന്ന് പറയുക. എത്ര വങ്കത്തമായ അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന്റെയും രേഖയുടെയും പിൻബലമില്ലാത്ത സ്വയംകൃതമായ ഒരു നിർവചനമാണ്, വെറും തീർത്തും സ്വയംകൃതമായ നിർവചനം. പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രമാണോ ബിദ്അത്താവുക? ഇനി പുണ്യം കിട്ടൂല എന്ന് നിൽക്കാൻ ആണെങ്കിലോ, ഒരാളിപ്പോ 100 നിസ്കരിക്കുന്നുണ്ട്, അയാളെ മനസ്സിലുള്ള എന്താ, ഈ 100 നിസ്കരിച്ചിട്ട് പുണ്യമൊന്നും കിട്ടൂലാണ്, അത് ബിദ്അത്തല്ലേ? പുണ്യം കിട്ടുന്ന ഒരു കാര്യത്തിന് പുണ്യം കിട്ടൂല എന്ന വിചാരത്തോടു കൂടി ചെയ്താൽ അത് ബിദ്അത്താണ്. പുണ്യമില്ലാത്തൊരു കാര്യത്തിനെ പുണ്യകരമാക്കുന്നത് ബിദ്അത്തായതുപോലെ പുണ്യകരമല്ലാത്തൊരു കാര്യത്തിനെ പുണ്യം കിട്ടാത്തതാക്കുന്നതും ബിദ്അത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് റിവേഴ്സ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് പോലെ ഇവിടുന്ന് അങ്ങോട്ടും തിരിച്ചടിക്കുന്നുണ്ടത്. അപ്പോ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ പുണ്യകരമല്ലാത്ത ഒരു കാര്യത്തെ പുണ്യകരമാക്കുന്നത് ബിദ്അത്തായതുപോലെ പുണ്യകരമായ ഒരു കാര്യത്തെ പുണ്യമില്ലാത്തതാക്കുന്നതും ബിദ്അത്താണ്. മനസ്സിലാക്കണം. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ ഈ ബിദ്അഈ ആശാന്മാർക്കൊക്കെ അക്കിടി പറ്റുന്നത്, അവർക്കൊക്കെ തെറ്റുപറ്റുന്നത്. അവരുടെ അറിവില്ലായ്മയുടെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലളിതമായ ഒരു സത്യം മാത്രമാണ് ഈ ആചാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. അപ്പോ ചുരുക്കത്തിൽ മതത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടുന്നതിൽ ആചാരങ്ങളുണ്ട്, സദാചാരങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. ലൗകികമായി നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സുപ്രഭാതം ദിനപത്രം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയൊരു ദിനപത്രമാണ്. അങ്ങനെ ഓരോ സംഘടനകളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ പ്രസ്ഥാനങ്ങളും ദിനപത്രങ്ങളുണ്ട്. പഴയകാലത്ത് പത്രവായന എന്നൊരു പരിപാടി ഉണ്ടോ? രാവിലെ നീച്ച പത്രം വായിക്കുക, എന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, അതിൽ നിന്ന് ഒരുപാട് അറിവ് ശേഖരിക്കുക, അതിൽ കിട്ടിയ അറിവ് പ്രകാരം പ്രവർത്തിക്കുക, ആവേശം ഉൾക്കൊള്ളുക, പ്രതികരിക്കുക, പലപ്പോഴും വിപ്ലവങ്ങൾ ഉണ്ടാക്കുക, ഭരണകൂടങ്ങൾക്കെതിരിൽ പ്രതികരിക്കുക. ഇങ്ങനെയുള്ള പരിപാടികൾ പഴയകാലത്തുണ്ടോ?
നമ്മുടെ കേരളത്തിലുള്ള പത്രപ്രവർത്തന രംഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ സുപ്രഭാതത്തിന്റെ സപ്ലിമെന്റിൽ വിശദമായ ലേഖനങ്ങളുണ്ട്. ആ ലേഖനത്തിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ പത്രപ്രവർത്തനത്തിന്റെ പ്രാരംഭ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ സമുദായക്കാരല്ല, മറിച്ച് അത് മറ്റു സമുദായക്കാരായിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ആദ്യമായി പത്രപ്രവർത്തനം തുടങ്ങിയത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ മറ്റു മതവിഭാഗങ്ങൾ തുടങ്ങി വെച്ച പത്രപ്രവർത്തനം നമ്മളും അത് കൊണ്ടു നടക്കുന്നു, നമ്മളത് സ്വീകരിക്കുന്നു, നമ്മളതുപോലത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോ അതിനൊക്കെ നമ്മൾ വ്യക്തമായ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞത് ആചാരങ്ങൾ പല നിലക്ക് നമ്മൾ സദാചാരമായിട്ടും അനാചാരമായിട്ടും നമുക്ക് വിഭജിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു ആചാരത്തെ എങ്ങനെയാണ് അത് മതപരമായി മതത്തിന്റെ ഭാഗമെന്ന നിലക്ക് നിർവഹിക്കപ്പെടുന്നതാവട്ടെ. ഇസ്ലാഹി 1 എന്തൊരു ചോദ്യം, ബിദ്അത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞു കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും ഈ സമയത്ത് നടന്നു വന്ന ഒരു തുടർച്ചയായ ക്ലാസ്സാണ്. അതെല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു പോകുക എന്നുള്ളൊരു പ്രവർത്തനമല്ല, മറിച്ച് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും ഇതിന്റെ ബാക്കി പറയുക. ഈ സുഹൃത്തുക്കളൊക്കെ അടുത്ത തിങ്കളാഴ്ചയും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രവർത്തനത്തെ എപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തെ എപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കത്തെ എപ്പോഴാണ് നമ്മൾ സദാചാരമാക്കേണ്ടത്, അതുപോലെ ഒരു കീഴ്വഴക്കത്തെ എപ്പോഴാണ് നമ്മൾ അനാചാരമാക്കേണ്ടത്, ഇതാണ് ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ പ്രയോഗങ്ങളിലും എഴുത്തുകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ 2 പദങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. ഏതൊക്കെയാണ് ആ പദങ്ങൾ? 1 സുന്നത്ത്, 2 ബിദ്അത്ത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. 1 സുന്നത്ത്, 1 ബിദ്അത്ത്. ഇവിടെയും സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ ഭാഷാപരമായിട്ട് സുന്നത്തിനൊരർത്ഥമുണ്ട്, ഭാഷാപരമായിട്ട് ബിദ്അത്തിനൊരർത്ഥമുണ്ട്. നമ്മളൊരു കിതാബിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് സുന്നത്തുന്ന് കണ്ടു. സുന്നത്തുനെന്ന് കാണുമ്പോഴത്തേക്ക് അത് നല്ലതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ബിദ്അത്തുനെന്ന് കാണുമ്പോഴത്തേക്ക് അത് ചീത്തയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഏത് അർത്ഥത്തിൽ പ്രയോഗിച്ചതാണെന്ന് കൃത്യമായിട്ട് വിശകലനം നടത്തുവാനുള്ള ഒരു പക്വതയും വിശാലതയും ഇത് വായിക്കുന്നവരുണ്ടാവണം. ആ വിശാലതയും പക്വതയും വിവേകവും നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സകല ബിദഅകൾക്കും, അഥവാ വഹാബികള്, മൗദൂദികള്, തബ്ലീഗുകാർ പോലുള്ള സകല ബിദഅകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുരന്തം. വലിയ ദുരന്തമാണത്. വലിയ ദുരന്തത്തിലാണ് അവർ ചെന്നുപെട്ടത്. പക്ഷെ തങ്ങൾ പെട്ടത് ദുരന്തത്തിലാണെന്ന് അവർക്ക് അറിയാതെ പോകുന്നു. തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് തങ്ങൾക്ക് പോലും അറിയുന്നില്ല. അവര് എന്തൊക്കെയോ ആരിൽ നിന്നൊക്കെ കേട്ട ചില കുറിപ്പുകൾ വായിച്ചിട്ട് മനസ്സിലാക്കിയത് അത് കോതക്ക് കിട്ടി, പിന്നെ വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പാടി നടക്കുകയാണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യയാണ്, ചര്യാപാത. ഭാഷാപരമായിട്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യാപാത. അത് ആരുടെ ചര്യയും ആവാം, ആരുടെ പാതയുമാവാം. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ശീലിച്ചു പോരുന്ന ഒരു ചര്യണ്ട് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ തുണി എടുക്കുമ്പോൾ ബെൽറ്റ് കെട്ടുക എന്നുള്ളത് എന്റെ ഒരു ചര്യയാണ്. തുണി എടുക്കുമ്പോൾ ബെൽറ്റ് കെട്ടുക എന്നുള്ളത് എന്റെ ഒരു ചര്യയാണ്. ഈ അടുത്ത് എന്റെ ബെൽറ്റിന്റെ കമ്പി പൊട്ടി. അപ്പൊ എനിക്ക് തുണി എടുക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു. ഞാൻ 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് തന്നെ ഷോപ്പിൽ പോയിട്ട് 400 രൂപയുടെ ഒരു ബെൽറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ തുണി എടുക്കാറുള്ളത്, തുണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ജീവിത ചര്യയാണ് എന്തെന്ന് പറയുന്നത് ബെൽറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഭാഷാപരമായിട്ട് പറയാം സുന്നത്ത്. അതേ സമയത്ത് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചു പോയ ആ ബെൽറ്റ് കെട്ടുക എന്നുള്ള ആ പ്രവൃത്തി മാറ്റിവെച്ചിട്ട് ഇനി മുതൽക്ക് ഞാൻ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചരട് കെട്ടി. അരയിൽ തുണി എടുക്കുമ്പോൾ ഞാൻ മുറുകി നിൽക്കാൻ വേണ്ടി ചരടാ കെട്ടുന്നത്, കറുത്ത ചരട് വാങ്ങി കെട്ടി. എന്നാൽ ഭാഷാപരമായിട്ട് അതിന് ബിദ്അത്ത് എന്ന് പറയും. ഭാഷാപരമായിട്ട് ബിദ്അത്ത് എന്ന് പറയും. അപ്പോ ഭാഷാപരമായിട്ട് ബെൽറ്റ് കെട്ടുന്നതിനെ സംബന്ധിച്ച് സുന്നത്തെന്നും പറയും. അതേ സമയത്ത് പിന്നെ ചരട് കെട്ടിയതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്നും പറയും. അന്ന് വെച്ചുകാണ്ട് ചരട് കെട്ടിയതൊക്കെ തെറ്റും, ബെൽറ്റ് കെട്ടിയതൊക്കെ കൂലി എന്ന് പറയാൻ പറ്റുമോ? ഭാഷാപരമായ പ്രയോഗങ്ങൾ ഭാഷയുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നവനാണ് പക്വതയുള്ളവൻ.
ആ പക്വത നഷ്ടപ്പെട്ടവരാണ് കാണുന്നതൊക്കെ തെറ്റാണെന്നും കാണുന്നതൊക്കെ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ. അതുപോലെ പാത എന്നൊക്കെയാണ്. പാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴാണ് ഒരു വഴി എപ്പോഴാണ് പാതയാവുക. അതിലൂടെ ആളുകൾ ഇങ്ങനെ നടന്ന് അവിടെ പുല്ല് മുളക്കാതെ വളരെ മനോഹരമായിട്ട് വളരെ ചെത്തിക്കൂർപ്പിച്ചതുപോലെ നിൽക്കുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് പാത, വഴി എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ചെയ്ത് അതങ്ങനെ ഉറച്ച് ഒരു രീതിയായി മാറുമ്പോൾ അതിനെ സംബന്ധിച്ച് സുന്നത്ത് എന്ന് പറയും. അതേ സമയത്ത് ബിദ്അത്ത് എന്ന് പറയുമ്പോൾ പൊടുന്നനെ നവീനമായത് എന്നാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നവീനമായത്, നൂതനമായത്, പുതിയത്, പുത്തനായത്, പുത്തൻ എന്നൊക്കെയാണ് ബിദ്അത്തിന്റെ ഭാഷാപരമായ അർത്ഥം. മറ്റൊരു ഉദാഹരണത്തിലൂടെയും നമുക്ക് ബിദ്അത്തിന്റെയും സുന്നത്തിന്റെയും ഭാഷാർത്ഥത്തെ മറ്റൊരു നാടൻ ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇപ്പോ പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ തണുത്ത വെള്ളത്തിന് വേണ്ടി മണ്ണുകൊണ്ടുണ്ടാക്കിയിരുന്ന കൂജയിലാണ് അല്ലെങ്കിൽ മൺകലത്തിലാണ് വെള്ളം നമ്മൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ചര്യ. നമ്മുടെയൊക്കെ നാട്ടും പുറത്തുള്ള ഗ്രാമീണ വീടുകളിലുള്ള ചര്യ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മളിപ്പോ അത് ഫ്രിഡ്ജാക്കി മാറ്റി. അപ്പൊ ഒരു വീട്ടില് ഒരു 10-50 വർഷമായിട്ട് ആ വീട് ഉണ്ടാക്കിയിട മുതൽക്ക് ഒരു 50 വർഷം അവിടെ കുടിവെള്ളത്തിന് വേണ്ടി മൺകൂജയാണ് ഉപയോഗിച്ചു പോരുന്ന രീതിയാണുള്ളത്. അപ്പൊ ആ വിഷയത്തിൽ മൺകൂജയെ സംബന്ധിച്ച് സുന്നത്ത് എന്ന് പറയും. അതേസമയത്ത് പിന്നീട് അവർ ഗൾഫിലൊക്കെ പോയിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് അവർ റെഫ്രിജറേറ്റർ വാങ്ങിയിട്ട് വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ആ സ്ഥാപിച്ച ആ കാലയളവിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. മനസ്സിലായോ? പിന്നീട് ആ റെഫ്രിജറേറ്റർ, ആ ഫ്രിഡ്ജ് പിന്നീട് കാലങ്ങളായിട്ട് നിലകൊള്ളുമ്പോൾ പിന്നെ അത് സുന്നത്തായിട്ട് പരിണമിക്കുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ എന്തെങ്കിലും ഉപകരണം കൊണ്ടുവന്നെച്ചാൽ ആ കാലയളവിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. അപ്പൊ അതൊക്കെ ഭാഷാപരമായ ശൈലിയാണ്. അപ്പൊ ഭാഷാപരമായ ശൈലി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും കിതാബിലോ കടലാസിലോ പുസ്തകത്തിലോ രേഖയിലോ ഏതെങ്കിലും വിഷയത്തിനെ സംബന്ധിച്ച് സുന്നത്തെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിനെ സംബന്ധിച്ച് ബിദ്അത്തെന്നോ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ അത് തെറ്റാണെന്നും വിലയിരുത്താൻ പാടില്ല, ശരിയാണെന്നും വിലയിരുത്താൻ പാടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തറാവീഹിനെ 20 റക്അത്ത് മദീനത്തെ പള്ളിയിൽ സംഘടിതമായി പുനരേകീകരിച്ച് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹുവിന്റെ പിന്നിലായിട്ട് സ്വഹാബത്ത് അണിനിരന്നുകൊണ്ട് തറാവീഹ് നിസ്കാരം കണ്ട് ആ കണ്ട സന്തോഷത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. ഈ തറാവീഹ് നിസ്കാരത്തിന് ഒരുപാട് സവിശേഷതകൾ, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സംഘടിതമായി ആരംഭിച്ചെങ്കിലും 3 നാളുകൾക്ക് ശേഷം പിന്നെ ആ സംഘടിത സ്വഭാവം ഉപേക്ഷിക്കുകയുണ്ടായി. ഉപേക്ഷിക്കപ്പെട്ട സംഘടിത സ്വഭാവം 1-ാം ഖലീഫയുടെ കാലശേഷം 2-ാം ഖലീഫയുടെ ഭരണകാലം തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് പുനരേകീകരിക്കപ്പെടുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് മദീനത്തെ ആ പള്ളി തൂക്കുവിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ടു. മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് വെച്ചു കഴിഞ്ഞാൽ നബിയുടെ കാലത്ത് നബിയായിരുന്നു, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്ത് സിദ്ദീഖ് തങ്ങളായിരുന്നു, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളായിരുന്നു. അങ്ങനെ ഓരോ ഖലീഫമാരും തങ്ങളായിരുന്നു മദീനത്തെ പള്ളിയിൽ മിഹ്റാബിൽ ഇമാമത്ത്. മിഹ്റാബ് അക്കാലത്തില്ല, മിഹ്റാബ് ബിദ്അത്താണ്. മിഹ്റാബ് പിൽക്കാലത്തുണ്ടായതാണ്. മിഹ്റാബ് റസൂലുള്ളാഹിന്റെ പള്ളിക്ക് ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോ മുന്നിൽ ഇമാമായിട്ട് നിന്നിരുന്നത് ഓരോ ഖലീഫയുടെയും കാലത്ത് അതതു ഖലീഫമാരായിരുന്നു. പക്ഷെ തറാവീഹിനൊഴികെ, തറാവീഹിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മാറി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പുത്തൻ നടപടികളെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ തറാവീഹ് നിസ്കാരത്തിന്റെ സംഘടിത രീതിയെ സംബന്ധിച്ച് അന്നെന്ത് പറഞ്ഞു? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. എന്റെ സഹോദരങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്, അതോ കേൾക്കാതെയാണോ ഇരിക്കുന്നത്? കേൾക്കുന്നുണ്ടെന്ന് ആരാണ്? കേൾക്കുന്നില്ല എന്നാ പറയുന്നത്? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് കേൾക്കണം. നിങ്ങൾ പറയുന്നത് നന്നായി കേൾക്കണം. ഞാൻ ഒരുപാട് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മുടെ ഉസ്താദുമാരുടെ മുമ്പിൽ വെച്ചതും അവരുടെ സമ്മതം വാങ്ങിയിട്ടുള്ളതും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ആചാരങ്ങളും അതിന്റെ അടിമുതൽ മുടി വരേക്കുള്ള ഓരോ വിഷയങ്ങളും തലനാരിയുടെ കീറിക്കൊണ്ട് തന്നെ ഇസ്ലാമിക പക്ഷത്തു നിന്നുകൊണ്ട് വിസ്തരിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ സമ്പൂർണമായ സപ്പോർട്ടും സമ്പൂർണമായ ശ്രദ്ധയും നൽകുമ്പോഴാണ്
കൂടുതൽ നമുക്ക് പഠിക്കാൻ ആവേശം ഉണ്ടാകുക, കൂടുതൽ സംസാരിക്കുവാൻ താല്പര്യം ഉണ്ടാകുക. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറാവീഹിനെ സംബന്ധിച്ച് ജഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഇതൊരു ബിദ്അത്താണെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം തറാവീഹ് തെറ്റാണെന്നാണോ, അല്ലെങ്കിൽ അത് അനാചാരമാണെന്നാണോ? അല്ല. പിന്നെന്താ? അത് കേവലം ഭാഷാപരമായ പ്രയോഗമാണ് എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അല്ലേ അല്പം വോയിസ് കൂട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഈ വോയിസ് കൂട്ടുക? അതാണ് എനിക്ക് അറിയാത്തതേ. വോയിസ് കൂട്ടുന്ന കാര്യങ്ങൾ ഇനിയിപ്പോ ഞാൻ അതൊക്കെ ആദ്യം പഠിച്ചിട്ട് വേണം. സൗണ്ട് എടുത്തപ്പോ പ്ലേ ബാക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കയറ്റി ശരിയാക്കാം. ഓക്കെ. സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒരിക്കലും തന്നെ അതിനെ സംബന്ധിച്ച് അനാചാരം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതല്ല. അത് കേവലം ഭാഷാപരമായ പ്രയോഗമാണ്. ഈ ഭാഷാപരമായി നടന്നു പോരുന്ന രീതിയെ സംബന്ധിച്ച് സുന്നത്തെന്നും പുതുതായി ആവിഷ്കരിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്നും പറയും. അങ്ങനെയുള്ള സുന്നത്ത് ബിദ്അത്തുകളെ മതത്തിന്റെ അതിരുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ, അഥവാ ദീനിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഹ്രസ്വപ്പെടുത്തൽ വരുന്നുണ്ട്, ഒരു തഖ്സീസ് വരുന്നുണ്ട്, ഒരു പരിമിതപ്പെടുത്തൽ വരുന്നുണ്ട്. അതേതാ? നബി സഹാബത്തിന്റെ കാലം മുതൽക്കേ നടന്നു പോരുന്നതിനെ സംബന്ധിച്ച് സുന്നത്തൊന്നും, നബിയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്തതും പിൽക്കാലത്ത് ആരംഭിച്ചതുമായ നടപടിയെ സംബന്ധിച്ച് ബിദ്അത്തെന്നും നല്ലോണം മനസ്സിലാക്കണം. ബിദ്അത്തിന്റെയും സുന്നത്തിന്റെയും ഭാഷാപരമായ അർത്ഥത്തെ മതത്തിന്റെ 4 അതിരുകൾക്കുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ചര്യയുടെ ആരംഭം എന്ന് പറയുന്നത് ഏതാണ്? എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ കാലയളവല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിന്റെ ആവിർഭാവം മുതൽക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ പ്രകാശനം മുതൽക്കല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലം മുതൽക്കേ നടന്നു പോരുന്നതിനെ സംബന്ധിച്ച് സുന്നത്തെന്നും പിൽക്കാലത്ത് നടന്നു പോരുന്നതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്നും ഭാഷാപരമായിട്ട് പറയും. ഒന്നുകൂടി കേൾക്കുക, നല്ലോണം ശ്രദ്ധിച്ച് അടിവരയിട്ട് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലം മുതൽക്കേ നടന്നു പോരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച്, ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ച്, ഒരു ആചാരത്തെ സംബന്ധിച്ച് എന്തെന്ന് പറയും? സുന്നത്തെന്ന് പറയും. അതേസമയത്ത് പിൽക്കാലത്ത് നടന്നു പോരുന്ന ഒരു സംഗതി, നടപ്പിലായ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 5 വക്ത് നിസ്കരിക്കുക ഒരു നാടൻ ഉദാഹരണമാണ്. 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത് നബിയുടെ കാലത്തുള്ളതാണ്, സഹാബത്തിന്റെ കാലത്തുള്ളതാണ്, താബിഈങ്ങളെ കാലത്തുള്ളതാണ്, ഇതുവരെയുള്ളതാണ്. അത് സുന്നത്താണ്, ഭാഷാപരമായിട്ട് അത് സുന്നത്താണ്. അതേപോലെ തന്നെ ഇപ്പൊ കള്ളുടിച്ച എന്നുള്ളത് നബിന്റെ കാലത്തുള്ള ഒരു പരിപാടിയാണ്, സഹാബത്തിന്റെ കാലത്തുള്ള പരിപാടിയാണ്, താബിഈങ്ങളെ കാലത്തുള്ള പരിപാടിയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇന്നിപ്പോ നമ്മൾ കേരളത്തിൽ മദ്യത്തിനെ നിരോധിച്ച കാലഘട്ടമാണ്. എന്നാലും മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയാതെ നമ്മളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ നിലക്ക് അതിനെ സംബന്ധിച്ച് അന്നു മുതൽക്ക് ഇന്നേ വരെ നടന്നു പോരുന്ന ഒരു പ്രവൃത്തി എന്നുള്ളവർക്ക് അതിനെപ്പറ്റി സുന്നത്ത് എന്ന് പറയാം. ഭാഷാപരമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഭാഷാപരമായിട്ട് അതിനെ സംബന്ധിച്ച് സുന്നത്ത് എന്ന് പറയാം. അതേസമയത്ത് കള്ള് അക്കാലത്തുണ്ടായിരുന്നുവെങ്കിലും നമ്മളെ ഈ കുട്ടികള് ചുണ്ടിന്റെ ഉള്ളിൽ വെക്കുന്ന ഹാൻസ് എന്ന് പറയുന്ന പദാർത്ഥം അത് അക്കാലത്തില്ല, അതിപ്പോ അടുത്തുണ്ടായതാണ്. അല്ലെങ്കിൽ വീടി വലിക്കുക എന്നുള്ള ഏർപ്പാട്, വീടി വലിക്കുക, സിഗരറ്റ് വലിക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളെ കാലത്തില്ല. നമ്മളെ ബിഗയത്തുൽ മുസ്തർശിദീൻ പോലുള്ള കിതാബുകളിലൊക്കെ ബീഡിവലിനെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അത് പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട ഒരു ബിദ്അത്താണെന്നാ പറയുന്നത്. പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട ബിദ്അത്താണ് എന്ന് വെച്ചാൽ പിൽക്കാലത്ത് വന്നതാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നബിയുടെ കാലത്തേ ഉള്ളത്, നബിയുടെയും സഹാബത്തിന്റെയും കാലത്തേ ഉള്ളത് എന്ന നിലക്ക് ഇതിനെ സംബന്ധിച്ച് ഭാഷാപരമായിട്ട് സുന്നത്തെന്നും നബിയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്തതും പിൽക്കാലത്ത് തുടങ്ങപ്പെട്ടതുമായ ഒരു സംഗതിയെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. ഇപ്പൊ നമ്മളെ സുപ്രഭാതം ദിനപത്രം സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിദ്അത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസാ സംവിധാനങ്ങൾ ബിദ്അത്താണ്. മദ്രസാ സംവിധാനങ്ങൾ ഭാഷാപരമായിട്ട് അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നവീനമാണ്. നവീനം എന്ന് പറയുന്നത് കേവലം ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലുള്ള ഇൽമു പഠിക്കുക എന്നുള്ള നിലക്ക് മാത്രമല്ല അതിനെ സംബന്ധിച്ച് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. മറിച്ച് അതിന്റെ കരിക്കുലം, അതിന്റെ സിലബസ്, അതിന്റെ ശൈലി,
അതിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ നബിന്റെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിന്റെ കാലത്ത് 7 മണിക്ക് ബെല്ലടിക്കുക, എന്നിട്ട് 3/4 മണിക്കൂർ ഖുർആൻ പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ബെല്ലടിക്കുക, എന്നിട്ട് 3/4 മണിക്കൂർ തജ്വീദ് പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ബെല്ലടിക്കുക, എന്നിട്ട് താരീഖ് പഠിപ്പിക്കുക, എന്നിട്ട് അഖീദ പഠിപ്പിക്കുക, എന്നിട്ട് ഫിഖ് പഠിപ്പിക്കുക, എന്നിട്ട് ഭാഷ പഠിപ്പിക്കുക, ലിസാനുൽ ഖുർആൻ പഠിപ്പിക്കുക. അങ്ങനെ പരിപാടി ഉണ്ടോ? നബിയുടെ സ്വഹാബത്തിന്റെയോ തഅലീമിൽ അങ്ങനെ ഒരു ശൈലി ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? ഓരോ സിലബസ് വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ബെല്ലടിച്ചു കാണ്ടാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സംഘടനകൾ ബിദ്അത്തല്ലേ? ഭാഷാപരമായിട്ട് അറബി ഭാഷയിലുള്ള നിഘണ്ടുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ബിദ്അത്താണ്. സമദ് വൈസി ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തും. പിന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. സംഘടനകൾ ബിദ്അത്താണെന്ന് വെച്ചാൽ, അപ്പൊ സംഘടനകൾ എന്ന് പറയുന്നത് ബിദ്അത്തല്ല, അത് ദഅവത്തിന്റെ ഭാഗമാണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതാണ്, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ദഅവത്ത് എന്ന് പറഞ്ഞ ആ പൊതുവായ നിർദ്ദേശത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് സംഘടനകൾ ബിദ്അത്തല്ല എന്ന് പറഞ്ഞു കാണാൻ ഇതിനെ പ്രതിരോധിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ഭാഷാപരമായിട്ട് അത് ബിദ്അത്ത് തന്നെയാണ്. കാരണം സംഘടനകൾ എന്ന് പറഞ്ഞാൽ വെറും കേവലം ഒരു സംഘടനാ പ്രവർത്തനം എന്നുള്ളതല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കീഴിൽ വരുന്ന ആളുകളെ പലതായിട്ട് നമുക്ക് വിഭജിക്കാം. സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്, പ്രവർത്തക സമിതിയുണ്ട്, കൌൺസിൽ സമിതിയുണ്ട്, അതുപോലെ ജനറൽ ബോഡിയുണ്ട്, സംഘടനയ്ക്ക് അനുയായികളുണ്ട്, സംഘടനയ്ക്ക് അനുഭാവികളുണ്ട്, സംഘടനയ്ക്ക് സഹകാരികളുണ്ട്, സംഘടനകൾക്ക് എതിരാളികളുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ ആ ഒരു സംഘടനയാകാം, ഒരു പ്രസ്ഥാനം. ഇപ്പൊ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ആ അധികാരം അത് അതിന്റെ താഴെ വരുന്ന മറ്റാളുകൾക്കില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ബഹുമാനപ്പെട്ടവരുടെ അധികാരവും ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനത്തിന്റെ പരിധിയും അത് മറ്റുള്ളവർക്കില്ല. ഇങ്ങനെ ഓരോ ആളുകൾക്കും പ്രത്യേകം പ്രവർത്തന പരിധിയും അധികാരവും നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ആ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവർത്തക സമിതി ഉണ്ടാവും, മുശാവറ ഉണ്ടാവും. പിന്നെ അതിന് പിന്നെ സംസ്ഥാന ലെവലിലും ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലുമൊക്കെ വിഭജിക്കപ്പെട്ട പ്രത്യേകം കമ്മിറ്റികളുണ്ട്. അവയ്ക്കൊക്കെ ജനറൽ ബോഡിയുണ്ട്. അതുപോലെ തന്നെ ആ സംഘടനയ്ക്ക് അനുയായികളുണ്ട്, സംഘടനകൾക്ക് അനുഭാവികളുണ്ട്, സംഘടനയ്ക്ക് എതിരാളികളുണ്ട്. ഇങ്ങനെയുള്ളൊരു സംവിധാനം റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? എന്നതൊക്കെ ദീനീ പ്രവർത്തനമാണേനും. നമ്മൾ സുപ്രഭാതം ദിനപത്രം ഇറക്കുന്നതും ദീനീ പ്രവർത്തനമാണ്, സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതും ദീനീ പ്രവർത്തനമാണ്. ഒക്കെ പരലോകത്ത് നിന്ന് കൂലിട്ടണം എന്നുള്ള നിലക്കാണ്. എല്ലാ ആളുകളും പരലോകത്ത് മോക്ഷം ലഭിക്കണം എന്ന നിലക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ദിനപത്രം നടത്തുന്നവർക്ക് പരലോകത്ത് കൂലിയൊന്നുമില്ല. പള്ളിക്ക് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ദർസും കാര്യങ്ങളും ഇമാമത്തും ചെയ്യുന്നവർക്ക് മാത്രമേ കൂലിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാ ആളുകൾക്കും അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ധാരാളം പരലോകത്ത് ലഭിക്കുന്ന കൂലികൾ സമ്പാദിക്കുവാനുള്ള ഇടം അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം വിശാലമായി ഓശാരമായി കൊടുത്തിട്ടുണ്ട് എന്നല്ലേ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സംഘടനകൾ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ ആധുനികമായ ദീനീ പ്രവർത്തന രീതികൾ, ഇതെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത രീതികൾ എന്ന നിലക്ക് ഭാഷാപരമായിട്ട് അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയാം. പക്ഷേ അത് വെച്ചിട്ട് ഒരിക്കലും തന്നെ നമ്മൾ ഭാഷാപരമായിട്ട് പറയപ്പെടുന്ന ബിദ്അത്ത് എന്ന വാക്ക് നോക്കിയിട്ട് ഭാഷാപരമായിട്ട് ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് സുന്നത്ത് എന്ന് എവിടെങ്കിലും കണ്ടതിന്റെ പേരിൽ അതിനെ സംബന്ധിച്ച് സദാചാരം എന്നും പറഞ്ഞു പോകരുത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നും, പിന്നെ എങ്ങനെയാണ് ഒരു പ്രവർത്തനം, ഒരു സമ്പ്രദായം, ഒരു രീതി, ഒരു മുറ, ഒരു കീഴ്വഴക്കം എങ്ങനെയാണ് പിന്നീട് സദാചാരമായിട്ടും അനാചാരമായിട്ടും വേർതിരിക്കുവാനുള്ള മാനദണ്ഡം എന്ത്? ആ മാനദണ്ഡത്തിന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു കൃത്യമായ ഒരു അളവുകോൽ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കണം. മഹാനായ ഇമാമുന ശാഫിഈ അല്ലേ? ഷാഫി ഇമാമിന്റെ മഹത്വം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഷാഫി ഇമാമിന്റെ ശ്രേഷ്ഠതയും
അവിടുന്ന് ദീനിനു വേണ്ടി പ്രവർത്തിച്ച് ചെയ്ത സേവനവും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിന് കൃത്യമായ മാനദണ്ഡം വിശദീകരിച്ചത് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച ആ ഒരു ഇബാറത്ത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഇമാം ഷാഫിഈ തങ്ങൾ ഈ ചോദ്യത്തിന് ഒരു പ്രവർത്തനം നല്ലതും ചീത്തയുമായിട്ട് വേർതിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലും അതുപോലെ തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു തന്റെ മനാഖിബുൽ ശാഫിഈ എന്ന കിതാബിലും അതുപോലെ തന്നെ ഇമാം അബൂ നുഐം റളിയല്ലാഹു തആല അൻഹു അവർകളും ഇങ്ങനെയുള്ള ഒരുപാട് ഇമാമികൾ, അതുപോലെ തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല തന്നെ ഹാവിലിൽ ഫതാവ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കിതാബുകളുണ്ട്. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു. എന്താണ് പറയുന്നത്? അൽ മുഹ്ദസാത്തു ദുർബാനീന. ഒരു വിഷയം പുതിയ ഒരു ആചാരമാണെങ്കിലും അതിന് ഒറ്റയടിക്ക് നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റൂല. അത് രണ്ട് വിധത്തിലുണ്ട്. മാ ഉഹദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ ചര്യ, അതുപോലെ തന്നെ മുജ്തഹിദുകളായ ഇമാമുമാരുടെ ഖിയാസ്, മുജ്തഹിദുകളായ ഇമാമുമാരുടെ ഏകോപിച്ച അഭിപ്രായം, ഈ നാലിനോടും എതിരായി വന്ന കാര്യങ്ങൾ ഫഹാദിഹി ബിദ്അത്തു ളലാൽ, അതാണ് പിഴച്ച ബിദ്അത്ത് എന്ന് പറയുന്നത്. എല്ലാ കാര്യവും പിഴച്ച ബിദ്അത്തല്ല. ഖുർആനിനോട് എതിരാണ് എന്ന് തെളിയിക്കപ്പെട്ടു, ഹദീസിനോടും എതിരാണ് എന്ന് തെളിയിക്കപ്പെട്ടു, ഖിയാസ് എന്ന പ്രമാണത്തിനോടും എതിരാണെന്ന് തെളിയിക്കപ്പെട്ടു, ഇജ്മാഅ് എന്ന പ്രമാണത്തിനോടും എതിരാണെന്ന് തെളിയിക്കപ്പെട്ടു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് അത് പിഴച്ച ബിദ്അത്ത്. ഒരു നല്ല കാര്യം തുടങ്ങപ്പെട്ടു, ലാ യുഖാലിഫു ശൈഅൻ മിൻ ദാലിക, അവ ഖുർആനിനോടെതിരില്ല, ഹദീസിനോടെതിരില്ല, ഇജ്മാഇനോടെതിരില്ല, ഖിയാസിനോടെതിരില്ല. എന്നാൽ ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, അത് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്, എതിർക്കപ്പെടാൻ പാടില്ല. എതിർക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം തന്നെ രണ്ടായിട്ട് പിന്നീട് വീണ്ടും വേർതിരിയുകയാണ്. അത് ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ അത് എതിർക്കപ്പെടാൻ പാടില്ലെന്നു മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന കാര്യവുമാണ്. അതേസമയത്ത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ അത് സ്ഥിരപ്പെടുന്നില്ല, പക്ഷേ അവയോട് എതിരാകുന്നുമില്ല. എന്നാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാനുള്ളതുമല്ല, എന്നാൽ എതിർക്കപ്പെടാനുള്ളതുമല്ല. ചുരുക്കത്തിൽ ഇതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു വിഷയമാണെങ്കിലും അത് നബിയുടെ കാലം മുതൽക്കേ നടന്നു പോരുന്ന കാര്യമാവട്ടെ, പിൽക്കാലത്ത് ഉരുവപ്പെട്ട വിഷയമാവട്ടെ, അത് പ്രാദേശികമാവട്ടെ സാർവദേശീയമായ വിഷയമാവട്ടെ, അങ്ങനെ പല നിലക്കും നമുക്ക് സമ്പ്രദായങ്ങളെ തരംതിരിക്കാം. അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമെന്ന വിചാരേണ നിർവഹിക്കപ്പെടുന്നവയാവട്ടെ, കേവലം ലൗകികമാവട്ടെ, എങ്ങനെയാണെങ്കിലും ഈ മാനദണ്ഡത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു വിഷയത്തെ സുന്നത്തെന്നും ബിദ്അത്തെന്നും നമ്മൾ മതപരമായിട്ട് വേദശബ്ദമായിട്ട് അല്ലെങ്കിൽ ദീനിന്റെ വിലയിരുത്തലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു ആചാരവും ഖുർആനിനോടോ അല്ലെങ്കിൽ ഹദീസിനോടോ അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ അസർ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ഖിയാസ് എന്ന പ്രമാണം ഉപയോഗിച്ചുകൊണ്ട് അഥവാ ഇജ്തിഹാദിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളോടോ അതല്ലെങ്കിൽ ഇജ്തിഹാദിന് അർഹതപ്പെട്ട ആളുകളുടെ ഒന്നിച്ചെടുത്ത അഭിപ്രായത്തോടോ
വിരുദ്ധമായ വിഷയത്തിനെ സംബന്ധിച്ചാണ് ചീത്ത ആചാരം എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സിനിമ എന്നുള്ള ഉദാഹരണം. സിനിമ എന്നുള്ളത് ഇപ്പോൾ ആരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതോ മൊബൈലിൽ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ നെറ്റിലൂടെ സിനിമ കാണുന്നതോ മതത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല ഇപ്പോൾ ആരും ചെയ്യുന്നത്. പക്ഷെ സിനിമ കാണൽ ബിദ്അത്താണ്. സിനിമ കാണൽ മഅസിയത്തുമാണ്, ബിദ്അത്തുമാണ്. ബിദ്അത്താണ്. നബിന്റെ കാലത്ത് സിനിമ കാണേണ്ട പരിപാടിയില്ല. നബിന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ സിനിമ കാണേണ്ട പരിപാടിയുണ്ട്. സിനിമ എന്നുള്ള കല, സിനിമ എന്ന് പറയുന്ന അതൊരു കലാപരമായ ഒരു സംഗതിയാണ്. ആ സംഗതി പ്രവാചകന്റെയോ പിൽക്കാലത്ത് സ്വഹാബത്തിന്റെയോ ഉത്തമ നൂറ്റാണ്ടിലോ അങ്ങനെയുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത് എല്ലാ നാട്ടുംപുറങ്ങളിലും എല്ലാവരും അല്ലെ ഒരു നേരം പോക്കിനായിട്ടും അല്ലെങ്കിൽ മൂച്ചിപ്പിരാന്തായിട്ടൊക്കെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് അരാജകത്വങ്ങളുണ്ട്. അതിൽ സ്ത്രീ പുരുഷ സ്പർശനവും ദർശനവും പിന്നെ കൂടിച്ചേരലും ഒട്ടിപ്പിടിക്കലും അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പ്രച്ഛന്ന വേഷങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അങ്ങനെ പല സംഗതികളുണ്ട്. മനുഷ്യരിൽ ലൈംഗികമായ ആസക്തി വർദ്ധിപ്പിക്കലുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ പ്രചോദിപ്പിക്കലുണ്ട്. അങ്ങനെ പല സംഗതികളുണ്ട്. ഒരാളെ കുത്തി കൊലപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല സംഗതികളും. ഇങ്ങനെയുള്ള ഇസ്ലാമിക വിരുദ്ധമായി അത് ഖുർആനിനോടെതിരായതുണ്ട്, അല്ലെങ്കിൽ ഹദീസിനോടെതിരാവുന്നുണ്ട്, അല്ലെങ്കിൽ ഖിയാസിനോടെതിരാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇജ്മാഇനോടെതിരാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നാലിനോടെതിരാകുന്നുണ്ട്. അപ്പൊ അതൊരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണമാണ് വിശ്വാസപരമായ ഒരു ബിദ്അത്തിനെ കുറിച്ച് പറയാം. എന്താണ് അത്? വിശ്വാസപരമായ ഒരു ആചാരം എന്ന നിലക്ക് ബിദ്അത്ത് അനാചാരമാണ്. ഏതാണത്? മനുഷ്യൻ എന്ന് പറയുന്നത് ഡാർവിൻ സിദ്ധാന്തപ്രകാരം കുരങ്ങ് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യൻ എന്നാണ്. ഇത് വ്യക്തമായ ഖുർആനിനോടെതിരാണ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞെന്താ? ഇത് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു അദ്ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ കുല്ലുക്കും മിൻ ആദമ വആദമു മിൻ തുറാബ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഇങ്ങനെയുള്ള ഖുർആൻ, ഹദീസ്, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅ് അല്ലേ എന്നല്ല, മനുഷ്യകുലത്തിന്റെ തന്നെ ഇജ്മാഇനോടെതിരാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ ആശയം അല്ലെ, ആ ആശയം തെറ്റാണ്, അത് ബിദ്അത്താണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അതിനെ സംബന്ധിച്ച് അനാചാരത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായില്ലേ? അതേസമയത്ത് ഭൂമി ഉരുണ്ടതാണെന്നുള്ള വിശ്വാസം ഒരുപക്ഷെ പ്രവാചകന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ പിന്നെ അതിന് ശേഷം വന്ന ആൾക്കാരുടെ കാലത്തോ ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു പഠനമോ അങ്ങനെ ഭൂമിശാസ്ത്രത്തിൽ ഭൂമി ഉരുണ്ടതാണെന്നുള്ള ഒരു അക്കാലത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പഴയ കാലത്തുള്ള ഭൂമിശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഭൂമി പരന്നതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇപ്പം അടുത്തുണ്ടായ ഒരു 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഭൂമി ഉരുണ്ടതാണ്, ഏകദേശം മുട്ടയുടെ ആകൃതിയിലാണ് എന്നൊക്കെ പിൽക്കാലത്താണ്. അപ്പോൾ ഒരാളിപ്പോ വിശ്വസിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ഭൂമി എന്നാണ് ഇന്നത്തെ വിശ്വാസം. പഴയ കാലത്തുള്ള എന്താണ്? പഴയ കാലത്ത് ഭൂമിക്ക് ചുറ്റും ചന്ദ്രനടങ്ങുന്ന ഗോളവും സൂര്യനടങ്ങുന്ന ഗോളവും നക്ഷത്രങ്ങളടങ്ങുന്ന ഗോളങ്ങളും ആ ഗോളങ്ങൾക്കു മീതെ മറ്റനേകം ഉപരിഗോളങ്ങളും ഭൂമിയെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു പഴയകാലത്തുള്ള ഗോളശാസ്ത്രം. ആ ഗോളശാസ്ത്രത്തിന് അടിസ്ഥാനത്തിലുള്ള ഗണിതശാസ്ത്രം പഴയകാലത്ത് വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് കാലങ്ങളായി നമ്മുടെ കലാലയങ്ങളിലും മറ്റും പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അക്കാലത്തുള്ള ആളുകളൊക്കെ അങ്ങനെ വിശ്വസിച്ചു. ഇപ്പൊ നമ്മൾ നേരെ തിരിച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ആ വിശ്വാസം ഖുർആനിനോടെതിരില്ല, ഹദീസിനോടെതിരില്ല, ഇജ്മാഇനോടെതിരില്ല, ഖിയാസിനോടെതിരില്ല, പൂർവകാല മുസ്ലിമീങ്ങളുടെ വിശ്വാസധാരയോടെതിരില്ല. പക്ഷെ അത് ഇപ്പുണ്ടായ ഒരു വിശ്വാസമാണ് എന്ന നിലക്ക് ഭാഷാപരമായിട്ട് അതിനെ ബിദ്അത്ത് എന്ന് പറഞ്ഞാലും പക്ഷേ അത് ഇസ്ലാമിക വിരുദ്ധം എന്ന മഅനാക്ക് അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ പിന്നെന്താണ്? ഇസ്ലാമികമായിട്ട്
ഒരു സംഗതി തെറ്റായ ആചാരം എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് ഉപയോഗിക്കുന്നത് അത് പ്രവാചക കാലഘട്ടം മുതൽ ആരംഭിച്ചതാവട്ടെ പിൽക്കാലത്ത് ഉള്ളതാവട്ടെ പ്രമാണവിരുദ്ധമായത് ബിദ്അത്തും പ്രമാണത്തിനു വിരുദ്ധമല്ലാത്തത് സുന്നത്തും. മനസ്സിലായോ? ഇങ്ങനെയാണ് എല്ലാ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടി നടന്നു പോരുന്ന ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ വിമർശിക്കുവാൻ വേണ്ടി സ്വഹീഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും വളരെ പ്രമാദമായ ഒരു ഹദീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് വേദനയോടുകൂടി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഏതാണ് ഹദീസ്? ലതത്തബിഉന്ന സനന മൻ കാന ഖബലക്കും, നിങ്ങൾ എന്നുവെച്ചാൽ മുഹമ്മദീയ ഉമ്മത്ത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുമെങ്കിൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കും. ഉടുമ്പിന്റെ മാളത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള അസാധ്യമായ സംഗതി പോലും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിലും കാണാം, മറ്റ് കിതാബുകളിലൊക്കെ കാണാം. ഈ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നബിദിനാഘോഷത്തെ ഉൾപ്പെടുത്തുന്ന വഹാബി, മൗദൂദി, തബ്ലീഗാദികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിക്ർ സലാത്തുകൾ ഉൾപ്പെടുത്തുന്ന വഹാബി, മൗദൂദി, തബ്ലീഗാദികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് അവരുടെ നാക്കിട്ടടിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും നീണ്ട നീണ്ട ലേഖനങ്ങളും നമ്മൾ കുറെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുക, ഇവിടെ വിമർശിക്കപ്പെടേണ്ടുന്ന ജൂത ക്രൈസ്തവ ആചാരങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യൻ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിൽ വിമർശിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും ഈ പറഞ്ഞ കാര്യങ്ങളാണോ? അല്ല. എത്ര കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്തൊരു ട്രെൻഡ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയും പക്ഷേ പണ്ഡിതന്മാരുടെയും മറ്റു നമ്മുടെ പ്രവർത്തകന്മാരുടെയൊക്കെ സാന്ദർഭികമായ ഇടപെടൽ കാരണത്താൽ ഇപ്പോൾ നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്താ? നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള. കല്യാണ സദസ്സുകളൊക്കെ ബൊഫെ എന്ന് പറഞ്ഞിട്ടൊരു ആചാരം. ബൊഫെ, കല്യാണ സദസ്സുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിനെന്താ പറയാ, ബൊഫറ്റ്, ജാവേദ് ബൊഫറ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ സ്പെല്ലിംഗ് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ബൊഫെ എന്ന് പറയുന്ന ആചാരം. അപ്പൊ ഈ ആചാരം പിന്നെ എന്താണ്? അത് യൂറോപ്യൻ ആചാരമാണ്. അതുപോലെ തന്നെ പാശ്ചാത്യൻ ആചാരമാണ്. ഇസ്ലാമിക് അതിപ്പോ നല്ലതാണോ ചീത്തതാണോ എന്ന് എങ്ങനെ വിലയിരുത്തുക? അതിൽ തിന്മകൾ നിറഞ്ഞിട്ടുണ്ട്. കാരണം നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഹദീസിലുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്റബ ഖായിമാ, നിന്ന് ആഹാരം കഴിക്കുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടു. ഉസ്താദിന്റെ മൈക്ക് പോയോ? എം ടി ഉസ്താദിന്റെ മൈക്ക് പോയോ? ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, അതോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണില്ലേ? ആർക്കില്ല. ഓൺ ചെയ്തു അല്ലേ? ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ക്ലാസ്. ഇത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആവുമ്പോ ഇങ്ങനെ പതുക്കെ പറഞ്ഞ് എല്ലാ ഇതിന്റെ വശങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകേണ്ടി വരും. കുറച്ച് ദിവസം നമ്മളെ ക്ഷമിച്ച് കേൾക്കേണ്ടി വരും. ഇതിന്റെ എല്ലാ തലങ്ങളിലേക്കും ആയത്തിൽ ഇറങ്ങിച്ചെന്നുള്ള സംസാരമാണ്. അപ്പോ വലിയ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഉസ്താദ് ഇപ്പൊ വരും. അത് കഴിഞ്ഞിട്ട് ആ ഇസ്ലാഹി വണ്ണ് ഒരാള് അയാൾ ഇവിടെ വന്ന് ബിദഅത്ത് എന്താന്ന് ടെസ്റ്റ് അടിച്ചു പോയിരുന്നു. ഉസ്താദിന്റെ സൗണ്ട് കുറച്ച് കുറവാണ്. എന്റെ ഈ ബോക്സ് കുറവാണ്. ഇന്നലെ റേഡിയോയിലാണ് കേൾക്കുന്നത്. സൗണ്ട് എന്താണ് അറിയില്ല. അൽവാഫി ഉസ്താദ് ക്ലിയർ ആണ് എന്റെ കാര്യം. അൽവാഫി ഉസ്താദ് നിങ്ങൾ എയർ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കേൾക്കുന്നത്. ആ സൗണ്ട് ഉണ്ടായിട്ട് അങ്ങനെ കാര്യമില്ല. എന്നാ റെക്കോർഡ് വെക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ക്ലിയർ ഉണ്ടായിരുന്നല്ലോ. സൗണ്ട് മാക്സിമം നല്ല സൗണ്ട് വേണം. സൗണ്ട് കൂട്ടാൻ കഴിയില്ല, ഉള്ള സൗണ്ട് കുറക്കാൻ കഴിയും.
അത് ക്ലിയർ ആണെന്ന്, ഞാൻ ക്ലിയർ അല്ല എന്ന് പറയണത്, അല്ല ഞാൻ പറഞ്ഞത്, പാവല്ല പറഞ്ഞത്. നമ്മൾ മാക്സിമം ജാവേദ് സാഹിബ് സംസാരിക്കുന്ന സമയത്ത് എന്താ അത് പെർഫെക്റ്റ്, ആ സൗണ്ട് ക്ലിയർ ആണ്. എന്നിട്ട് ആ സൗണ്ടിൽ നിന്ന് നമുക്ക് പറ്റില്ല വെച്ചാൽ നമുക്ക് കുറച്ച് കുറക്കാം. ഇത് ഞങ്ങൾ കൂട്ടാൻ എന്താ കാട്ടണു, ആ സൗണ്ട് കുറവാണ്. ആ ലൈവൊക്കെ വരുന്ന സമയത്ത് നൂർദിനങ്ങളൊക്കെ കൊടുക്കണം, അത് നല്ല സൗണ്ടിൽ കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അത് ഉസ്താദ് പൊതുവെ സൗണ്ട് കുറവാണെന്നാ പറഞ്ഞത്. എം ടി ദാരിമി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നെങ്കിൽ നല്ല സൗണ്ട് ഒന്നുമില്ല എംടിയാക്കേ. അത് നിങ്ങളെ ഇൻഷാ അല്ലാഹ് എം ടി ദാരിമി ഉസ്താദ് നിങ്ങൾ DC ആയിരുന്നു. ഉസ്താദ് തുടരും. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാഫർ സാഹിബ്, ഞാനപ്പോ DC ആയി, പിന്നെ ഞാൻ നിർത്താണ്. അപ്പോ എന്താ വെച്ചാൽ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയാണേ, ഇനി ചെല്ലുമ്പോ പൂക്കളായിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പൂക്കളിടാൻ വേണ്ടിയാണെന്ന് അറിയുന്നത്, പൂക്കളിടാൻ വേണ്ടി. അപ്പൊ ഈ പൂക്കളിടുക എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നമ്മളൊന്നും കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ അത് അങ്ങനെ പരിപാടി ഇല്ല. ജാഫറിനൊക്കെ നമുക്ക് ശരിക്കറിയില്ല. നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ, നമ്മളൊക്കെ LP സ്കൂളിൽ പോകുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോ പൂക്കൾ വാങ്ങണം, എന്നിട്ട് ഓണപ്പൂ ഇടണം, എന്നിട്ട് മാവേലി വരുന്നതും കാത്തിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. വളരെ അപകടകരമായ ഒരു പരിതസ്ഥിതിയിലേക്കാണ് നമ്മളെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്ന് പോകുന്നതാണ്? ഇത് മറ്റു മതത്തിൽ നിന്ന് വരുന്ന ഒരു ആശയമാണ്. ഈ ആശയത്തിന്റെ അങ്ങനെ ഒരു പൂക്കളിടുന്ന സമ്പ്രദായം മുസ്ലിമീങ്ങളോട് തുടങ്ങിയെന്ന് വിചാരിക്കുക. അതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. മറ്റു മതവിഭാഗത്തിന്റെ മതപരമായ ആചാരങ്ങൾ നല്ലോണം മനസ്സിലാക്കാം. മറ്റു മതവിഭാഗത്തിന്റെ പ്രാദേശികമോ തൊഴിൽ സംബന്ധമായിട്ടോ ഉള്ള ആചാരങ്ങളെ സംബന്ധിച്ചല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ കൃഷി ഇറക്കുന്ന രീതി, എങ്ങനെയാ കൃഷി ഇറക്കേണ്ടത്? കൃഷി ഇറക്കുമ്പോ എന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാല് ആദ്യം പൂട്ടും, പൂട്ടിയതിനു ശേഷം പിന്നീട് ഒന്നും കൂടി പൂട്ടും, പിന്നെയും പൂട്ടും, അങ്ങനെ കുറെ, പിന്നെ വളമ്പോട്ടും, അങ്ങനെ പല സംഗതികളും ചെയ്യാറുണ്ടല്ലോ പഴയ കാലത്ത്. ഇപ്പൊ അതൊക്കെ നിർത്തിവെച്ചെങ്കിലും അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്തു പോന്നിരുന്ന കാര്യമാണ്. പക്ഷെ അത് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്ന വിഷയമല്ല. അതുപോലെ തന്നെ ആഹാര രീതികൾ, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതികൾ, അതൊന്നും മതപരമായിട്ട് ചെയ്യുന്ന. അപ്പൊ നമ്മൾ കേരളക്കാരൊക്കെ തുണിയെടുത്തുകൊണ്ടാണ് നടക്കുക. അതേസമയത്ത് ഗൾഫിൽ വന്നാൽ തുണിയെടുക്കാൻ പറ്റില്ലല്ലോ. അവിടെയൊക്കെ ഇപ്പോ പിന്നെ ഒന്നിരിക്കൽ കമ്മീസ് ഇടണം, അല്ലെങ്കിൽ പാന്റ് ഇടണം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇവിടെ പിന്നെ ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിച്ചതുപോലെ തന്നെയാണ് പാന്റും പ്രചരിതമായത്. എല്ലാ കുട്ടികളും വലിയവരൊക്കെ പാന്റിന്റെ തന്താരടക്കുമ്പോൾ പാന്റാണ്. പഴയ കാലത്ത് പാന്റ് ഇല്ലല്ലോ. അപ്പൊ അത് അവരിൽ നിന്ന് പോകുന്നതാണ്. പക്ഷെ അത് അവരുടെ മതപരമായ ഒരു രീതിയല്ല, മറിച്ച് അത് അവരുടെ പ്രാദേശികമായ ജീവിതപരമായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിനോ കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ കുഴപ്പമില്ല. അതേസമയത്ത് മതത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കുന്ന തദയ്യുനായി നിർവഹിക്കപ്പെടുന്ന സംഗതികളെ അവരിൽ നിന്ന് സ്വാംശീകരിക്കുക എന്നുള്ളത് തെറ്റാണ് എന്നുള്ളതിന് ധാരാളം പ്രമാണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രമാണം ഞാൻ ഉദാഹരണത്തിൽ പറയാം. മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു വിഭാഗത്തോട് അവരുടെ ആ വിഭാഗത്തിന്റെ ഐഡന്റിറ്റിയോട് സാദൃശ്യത പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനായതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിന് വിരുദ്ധം വരുന്നതുകൊണ്ട് അത് പ്രമാണ വിരുദ്ധമാണ്. അങ്ങനെ ചില സാമ്പിളുകൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പിളുകൾ നമ്മളെ മുമ്പിൽ എതിർക്കപ്പെടാനുണ്ട്. അതൊക്കെ ലതത്തബിഉന്ന സുനന മൻ കാന ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ അണമുറിയാതെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന പ്രവാചകന്റെ പ്രവചനം പുലർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ മതപരമായ അഹ്കാമുകൾ മാത്രമല്ല വരിക, അതിൽ വിശ്വാസപരമായ വിഷയങ്ങൾ മാത്രമല്ല, മതപരമായ ആചാരങ്ങൾ മാത്രമല്ല, മറ്റു തെറ്റായ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ഷർഹുൽ മുഹദ്ദബില് ഷർഹുൽ മുഹദ്ദബിലല്ല, ബഹുമാനപ്പെട്ടവര് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്റെ ഷർഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു ഇബാറത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ആ ഇബാറത്ത്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ബഹുമാനപ്പെട്ടവരുടെ ഒരു ഇബാറത്ത് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വൽ മുറാദ്, ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശ്യം അൽ മുവാഫഖത്തു ഫിൽ മആസി വൽ മുഖാലഫാത്ത്, തെറ്റായ കാര്യങ്ങളിലും അവരോട് യോജിക്കുക, അതുപോലെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളിലും യോജിക്കുക. അപ്പോ അവര് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലത്തെ തെറ്റ് നമ്മളും ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ ദീനിന് എതിരായ കാര്യങ്ങൾ അവരിൽ നിന്ന് വരുന്നുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുക. ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. അപ്പൊ കേവലം മതപരമായ വിഷയങ്ങൾ മാത്രമല്ല, മറ്റു തെറ്റായ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹ് മുസ്ലിമിന്റെ 2-ാം വോള്യം 339 പേജിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കാതെ, അതിനെ സംബന്ധിച്ചൊന്നും മിണ്ടാതെ, പരമ്പരാഗതമായിട്ട് മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന യഥാർത്ഥമായ ആചാരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ഇത്രമാത്രം വിമർശകരാണെന്ന് ഞാൻ ഒരിക്കലും കൊളർത്തിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് വായിച്ച് മുഴുവനാക്കിയിട്ടില്ല, ദേവബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഇതിന്റെ പേജ് 615 പേജുണ്ട്. 615 പേജ് 400 രൂപക്ക് കൊടുത്ത് വാങ്ങിയതാണെന്ന് മഗ്‌രിബിന് മുമ്പ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ഞാൻ തൊട്ടു നോക്കുമ്പോ നമ്മുടെ ആചാരങ്ങൾ മുഴുവൻ ഷിയാ വിശ്വാസമായിട്ട് ചിത്രീകരിച്ചിരിക്കാം. ആരാ ചിത്രീകരിച്ചത്? വഹാബികളല്ല, മൗദൂദികളല്ല, നമ്മുടെ നാട്ടിലുള്ള അല്ലെ. എഴുതിയത് ആരാന്നാണ് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നത്. എഴുതിയത് ഇതിന്റെ പ്രസാദനം അൽ കൗസർ ഉലമ കൗൺസിലാണ്. അൽ കൗസർ ഉലമ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ, ആ കൗൺസിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതൊരു സംഘം ആളുകൾ കൂടി ചേർന്ന് എഴുതിയതാണ്. അതിലൊരുപാട് ആളുകളുണ്ട്. ഡയറക്ടർ എം സുലൈമാൻ മൗലവിയാണ്, ചീഫ് എഡിറ്റർ ഹാഫിസ് മുസമ്മിൽ മൗലവിയാണ്, അസോസിയേറ്റ് എഡിറ്റർ സൈനുൽ ആബിദീൻ അൽ കൗസരിയാണ്, പിന്നെ അങ്ങനെ ഹാഫിസ് ഇല്യാസ് മൗലവി, ജുബൈർ മൗലവി, സലീം മൗലവി, നജൂമുദ്ദീൻ മൗലവി, ഷഫീഖ് മൗലവി, അങ്ങനെ ഒരുപാട് മൗലവിമാർ കൂടി ചേർന്ന് എഴുതിയതാണ് ഫൈസി. അപ്പൊ ചുരുക്കത്തില് പിന്നെ അവര് നമ്മുടെ ആചാരങ്ങളെ സംബന്ധിച്ച് മലയാളത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെയാണല്ലോ ഞാൻ ഈ വായിച്ചുവാണ്. അപ്പൊ ചുരുക്കത്തിലെ തബ്ലീഗുകാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ആചാരങ്ങളെ പിടിച്ചിട്ട് അനാചാരമാക്കുന്ന പ്രവണത, ഇത് വളരെ തെറ്റാണ്. അതുപോലെ തന്നെ നല്ല ആചാരങ്ങളെ അത് ജൂത ക്രൈസ്തവരിൽ നിന്ന് കടമെടുത്തതാണെന്ന വിമർശനം, അതും തെറ്റാണ്. അതേസമയത്ത് ജൂത ക്രൈസ്തവരിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന പല തെറ്റായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ എതിർക്കുക എന്നുള്ളത്, ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ പാന്റ് ധരിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാന്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മാപ്പിളാർക്കില്ല, അതിപ്പോ ഉണ്ടായതാണ്. ഇപ്പൊ ഉണ്ടായതെന്ന് പറഞ്ഞാൽ 10-50 കൊല്ലം കൊണ്ടുണ്ടായതായിരിക്കാം, മാക്സിമം 100 വർഷം കൊണ്ടുണ്ടായതായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഞാൻ ഈ അടുത്ത് 5 വിദ്യാർത്ഥികളെ +1 ചേർക്കാൻ വേണ്ടി ഞാൻ ചെന്നു. 5 വിദ്യാർത്ഥികളെ. അതിൽ 2 വിദ്യാർത്ഥികളെ ആ സന്ദർഭത്തിൽ കുപ്പായം പൊന്തിച്ചു നോക്കി. അവിടെ എഴുതിയ കാര്യം തന്നെയാണ് അല്ലെ, അവിടെ എഴുതിയ റയീസ് എന്ന് പറഞ്ഞ ആളെ എഴുതിയ ആ സംഗതി തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നില്ല, അതന്നെയാണ് അതിന്റെ പരിപാടി. അപ്പൊ അവരുടെ പാന്റ് താഴെയും ഷെഡി മുകളിലായിട്ടാണ് കാണുന്നത്. ഈ ഒരു സംസ്കാരം ഇവിടുന്ന് പോകുന്നതാണ്. അതാണോ മുസ്ലിമിന്റെ സംസ്കാരം? മുസ്ലിമിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊക്കിള് മറച്ചുകൊണ്ടുള്ള, അത് പാന്റ് ആയാലും കുഴപ്പമില്ല. പാന്റ് ആകുമ്പോ ഒരർത്ഥത്തിൽ തുണിയേക്കാൾ ഭദ്രമാണ് പാന്റ്, തുണിയേക്കാൾ സുരക്ഷിതത്വമുള്ളതാണ് പാന്റ്, തുണിയേക്കാൾ സൗകര്യപ്രദമായതുമാണ് പാന്റ്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ മൂല്യന്മാരെ അസഹിഷ്ണുത കൊണ്ട് എതിർക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് തുണിയെടുക്കാനേ പിന്നെ ഭാഗ്യം കിട്ടണുള്ളൂ, പാന്റ് എടുക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടുള്ള അസഹിഷ്ണുത കൊണ്ട് വിമർശിക്കണമെന്ന് ആരും വിചാരിക്കണ്ട. പാന്റിനെ നമ്മൾ പല നിലക്കും പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൽ അനുകരണത്തിന്റേതായ തെറ്റായ വശങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഒരു സാംക്രമിക രോഗം പോലെ പടർന്നു പിടിക്കുന്നതിനെ സംബന്ധിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ആളില്ല. അതേ സമയത്ത് സമുദായം, മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാരുടെ അറിവോടെയും ആശീർവാദത്തോടെയും അനുഷ്ഠിച്ചു പോരുന്ന പ്രബലങ്ങളായ ആചാരങ്ങളെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഏതൊരു സംഗതിക്കും ഫാത്തിഹോദി ദ്വാർക്കും അതൊരു ആചാരമാണ്. അതുപോലെ മരിച്ചോടത്ത് ചെന്നാൽ നമ്മൾ യാസീനോതും, അത് മറ്റൊരു ആചാരമാണ്. അങ്ങനെ പല ആചാരങ്ങളുമുണ്ട്. ഒരു വീട് കുടിയിരിക്കുന്ന സന്ദർഭത്തിൽ മൗലൂദ് ഓതിക്കാണ്ട് കുടിയിരിക്കും.
കുടിയിരിക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറക്കാരുടെ ഭാഷയിൽ കുടിയിരിക്കുക എന്ന് പറയും. കാസർകോട്ടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറ്റൂസ എന്ന് പറയും. വീട് കൂടുന്ന ചടങ്ങ് എന്ന് പറയും. അങ്ങനെ പല ഭാഷയിലും ആളുകൾ ഉപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് ജാവേദ് പിന്നെ ഇംഗ്ലീഷിന്റെ ആളാണല്ലോ, അദ്ദേഹം പറയുന്നത് അങ്ങനെ ഏത് ഭാഷയിൽ ഉപയോഗിച്ചാലും പിന്നെ എന്താണ് അതിനൊക്കെ നമ്മൾക്ക് ചില രീതികളുണ്ട്, ചടങ്ങുകളുണ്ട്. ഇതിനെ സംബന്ധിച്ചൊക്കെ അത് വളരെ തെറ്റാണ്, മോശമാണ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഇങ്ങനെ എതിർക്കപ്പെടേണ്ടുന്ന സംഗതികളെ സംബന്ധിച്ച് അർത്ഥഗർഭമായ മൗനം പുലർത്തുകയും ചെയ്യുക എന്നിങ്ങനെയുള്ള വളരെ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് നമ്മുടെ ഇപ്പൊ പാല് കാച്ചൽ ആ ഏർപ്പാടിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പാല് കാച്ചാൻ പറ്റുമോ പറ്റൂലേ, അതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പക്ഷം എന്താണ്, നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യണമെന്ന വിഷയമാണ്. അതുപോലെ തന്നെ മരിച്ചോടത്ത് ചെന്നാലുള്ള ആചാരങ്ങൾ, വിവാഹ സംബന്ധമായ ആചാരങ്ങളുണ്ട്, വൈവാഹികമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ലോകത്ത് നടക്കുന്ന പല ആചാരങ്ങളുമുണ്ട്. സ്ത്രീകളുടെ ലോകത്ത് നടക്കുന്ന ആചാരങ്ങൾ, ഒരു സ്ത്രീ അവൾ ഒരു കുഞ്ഞിന് ഗർഭം ചുമന്നാൽ ആ ഗർഭം ചുമന്നയിടം മുതൽക്ക് അവളുടെ പ്രസവം വരേക്കും, പ്രസവിച്ചയിടം മുതൽക്ക് പിന്നീട് അവളുടെ 90 കഴിയുന്നത് വരേക്കുമുള്ള ആചാരങ്ങൾ. 90 എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ആചാരം എനിക്ക് ഓർമ്മയായത്. നമ്മുടെ സ്ത്രീകളും അതുപോലെയുള്ള പഴയ ആളുകളൊക്കെ ചെയ്യാറുള്ള ഒരു ആചാരം, റജബ്, ഷഅബാൻ, റമദാൻ, പിന്നെ ചൊവ്വാലുള്ള 6, ഇങ്ങനെ 96 ദിവസത്തെ നോമ്പ് നോൽക്കുന്ന ഒരു ആചാരം. അങ്ങനെ പല ആചാരങ്ങളും നമ്മുടെ നാട്ടിലും മറുനാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഗതികളും ഇതിനെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സർവിധമായ വിശദീകരണങ്ങൾ, അത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസിന് വിരുദ്ധമാണെങ്കിൽ നമ്മളത് തെറ്റാണെന്ന് പറയാൻ ഒരാളെ മുമ്പിലും നമുക്ക് പേടില്ല. അതേസമയത്ത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളോട് വിരുദ്ധമല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സദാചാരം എന്ന് പറയാനും നമുക്ക് യാതൊരു വിഷമവുമില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നിലപാട്. ഇതാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നിലപാട്. ഇതാണ് അതിന്റെ ആദർശ പ്രചാരണ വിഭാഗമായ ഇസ്തിഖാമ വിങ്ങിന്റെ നിലപാട്. അതുതന്നെയാണ് നമ്മുടെ ആഗോള വിദ്യാജാലകമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നിലപാട്. ഇൻഷാ അല്ലാഹ് ഈ നിലപാടിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് ഓരോ പ്രതിവാര ചർച്ചകൾ അടുത്ത ക്ലാസ്സുകളിൽ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമ്മുടെ അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. മക്കളെ കൊണ്ട് പ്രയാസമുള്ളവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്നുണ്ട്. ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നാട്ടിലും മറുനാട്ടിലുമുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നിന്റെ അഭയം നീ നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. അവരുടെയൊക്കെ ജോലികളിലും ഏർപ്പാടുകളിലും കച്ചവടത്തിലും ബിസിനസ്സിലും ഇൽമിലും അമലിലും അതുപോലെ തന്നെ ദീനി ഖിദ്മത്തിലും റബ്ബേ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. മഹ്മൂദത്തായ ആഖിബത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ചീത്ത മരണങ്ങളിൽ നിന്ന് റബ്ബേ, കേടായ അന്ത്യത്തിൽ നിന്ന് റബ്ബേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. വളരെ ആവേശത്തോടുകൂടെ കേട്ടിരിക്കാൻ പറ്റിയ വളരെ ആഴത്തിലുള്ള ഒരു വിഷയാവതരണമായിരുന്നു ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവറുകൾ ബുശ്റാക്കുമുല്യവും ആചാരങ്ങൾ നല്ലതും ചീത്തയും എന്നതിന്റെ മുഖദ്ദിമ വളരെ വിപുലമായ നിലക്കും സരസമായ നിലക്കും ഉദാഹരണ സഹിതം ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയുണ്ടായി. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, പലരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്ന്. വളരെ കറക്റ്റാണ്.
പഴയ കാലഘട്ടങ്ങളിൽ നിരാക്ഷേപം നടന്നു വന്നിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന രൂപത്തിൽ മൈക്ക് കിട്ടിയവനൊക്കെ പ്രാസംഗികനായപ്പോ ഒരുപാട് കാലം അതിസൂക്ഷ്മത പാലിച്ചിരുന്ന വറൈന്റെ അഹിലുകാരായിരുന്ന വറൈന്റെ പര്യായങ്ങളായിരുന്ന പല ഉലമാവും ചെയ്ത പലതും അനാചാരം, ഹറാമ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വളരെ സന്ദർഭോചിതമായിട്ടുള്ളൊരു വിഷയമാണ് ബഹുമാനപ്പെട്ടവർ കൈകാര്യം ചെയ്തു തുടങ്ങിയത് എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അത് കൂട്ടത്തിലുണ്ട്, പുറത്തുമുണ്ട്. പല കാര്യങ്ങളും ഒരുപാട് കാലങ്ങൾ സമസ്തയുടെ പണ്ഡിത നേതൃത്വത്തിൽ തന്നെ നിലപാടെടുത്തിട്ട് ഫത്വാ കമ്മിറ്റി വരെ ചർച്ച ചെയ്തത് തീരുമാനമാക്കിയാൽ പോലും പിന്നെയും തീരുമാനമാകാത്ത ചില ആളുകൾ വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ദലീലുകളും അതിൻ്റെയൊക്കെ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ടവർ തുടർന്നുള്ള ക്ലാസുകൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വല്ലാത്തൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. ആചാരങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നല്ലതിനായി തുടങ്ങുന്ന പലതും പിന്നീട് ചീത്തയാവുകയും ചീത്തയായത് പലതും നല്ലതായി കരുതപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് കേരള സർക്കാർ എടുത്ത തീരുമാനവും ഒന്നൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമേയവുമാണ്. കേരള സർക്കാർ എടുത്ത മദ്യ വിരുദ്ധ നയം, മദ്യം നിരോധിക്കുന്ന ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള ശ്രമം, ബാറുകൾ അടച്ചുപൂട്ടാനുള്ള അത് വല്ലാത്തൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിവാഹധൂർത്തെന്ന് പറഞ്ഞ് വിവാഹധൂർത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയും. ഇവിടെയും ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ കടന്നു വരികയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ വിവാഹത്തോടനുബന്ധിച്ച് വിവാഹത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഒരു വിവാഹത്തിൽ ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ട വിഷയമാണ് തീരെ പ്രാമുഖ്യമില്ലാത്ത, ഒരാളും ഒരു നിലയും വിലയും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ആചാരങ്ങളുടെ മാറ്റമാണ്. ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അക്കാര്യം. വിവാഹത്തിൽ ഏറ്റവും പ്രാമുഖ്യം എന്താണ്? എന്തിനാണ് ആ ചടങ്ങ് തന്നെ ഉണ്ടാകുന്നത്? നിക്കാഹിനാണ്. എന്നാൽ ആളും വാളും എല്ലാം ഒഴിഞ്ഞ് ബിരിയാണി വെക്കുന്ന ആളുകൾ ബിരിയാണിയുടെ ചെമ്പ് കഴുകി കമിഴ്ത്തി വെച്ചാൽ പിന്നീട് അടുത്ത പാത്രത്തിലെ പായസം തിളപ്പിക്കുമ്പോഴാണ് ഏറ്റവും മുഖ്യമായ നിക്കാഹ് നടക്കും. ഇതിന്റെ സദസ്സിൽ പങ്കെടുത്തവർ അപൂർവമായിരിക്കും. സ്വന്തക്കാരോ ബന്ധക്കാരോ കൂട്ടുകാരോ അല്ലാത്ത അയൽവാസികൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ അവിടുത്തെ നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുത്തവർ അപൂർവമാണ്. പക്ഷേ കല്യാണങ്ങളിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകും. ഇതൊക്കെ ഒരു തലതിരിഞ്ഞ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നേരത്തെ അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞ പോലെ ഇസ്തിഗാസയെയും മൗലിദിനെയും അതുപോലെ തന്നെ റബീഉൽ അവ്വലിനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അതൊക്കെ ഒരു അനാചാരം, പ്രവാചകന്റെ പേരിൽ മദ്ഹ് പറയുന്നവൻ നരകത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ വല്ലാതെ വരുന്നൊരവസ്ഥ. അപ്പോ വാളെടുത്തവനൊന്നും വെളിച്ചപ്പാടല്ല, മൈക്ക് കിട്ടിയവനൊക്കെ സംസാരിക്കാൻ കഴിയുമെങ്കിലും അതൊന്നും ദീനിന്റെ വിധികളല്ല എന്ന് പറയാൻ ഒരു പുതിയ തുടക്കമാണ് KICR ആരംഭിച്ചത്. അതിന് ബഹുമാനപ്പെട്ട യുവ പണ്ഡിതൻ, വാഗ്മി, എഴുത്തുകാരൻ, എന്റെ ബഹുമാന്യ സുഹൃത്തുകൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി അതിന് നേതൃത്വം
നൽകുന്നു എന്ന് പറയുമ്പോൾ മനസ്സ് നിറയുകയാണ്. ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ പ്രചരണം നൽകുകയും ശക്തമായ പ്രചരണം നമ്മളൊക്കെ നൽകണം. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളൊക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ധാരാളം ആഴ്ചയും ബുശ്റാക്കുമുൽ യൗമിൽ ആചാരം നല്ലതും ചീത്തയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അധ്വാനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ അധ്വാനത്തിന്റെ ഫലം കാണണമെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഇത് പ്രചരിക്കണം, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തണം. അങ്ങനെ എത്തുമ്പോഴാണ് അതിനൊരു യഥാർത്ഥത്തിലുള്ള ഫലം എന്ന് പറയാം. അധ്വാനത്തിന്റെ ഒരു ഉണ്ടല്ലോ, എന്താണ്, ഒരു തെങ്ങ് വെച്ചിട്ട് അതിങ്ങനെ കായ്ച്ചു കാണുമ്പോൾ അതിന് സന്തോഷമുണ്ട്, ഒരു വാഴ വെച്ചിട്ട് അതിങ്ങനെ കൊലച്ചു കാണുമ്പോൾ അതിന് സന്തോഷമുണ്ട്. അതുപോലെ താൻ കുറെ അധ്വാനിച്ചുകൊണ്ട് താൻ ദീനിനെ നശ്ർ ചെയ്തു, അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ലിയത്തുമ ഇന്ന കൽബി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥ അതിന് നമ്മൾ തയ്യാറാവണം. സോഷ്യൽ നെറ്റ്വർക്കിലുള്ള മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതൊക്കെ നന്നായി പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി അവർക്ക് വാക്കുകൾക്ക് അപ്പുറത്തുള്ള നന്ദി ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങയുടെ അധ്വാനവും അങ്ങയുടെ ഈ സമയങ്ങളും അല്ലാഹു എല്ലാവരുടെ വക്കിൽ നിന്നും അതുപോലെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങേക്കും കുടുംബത്തിനും അങ്ങയുടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അങ്ങയുടെ ജീവിതത്തിലും അങ്ങയുടെ കുടുംബത്തിലും അങ്ങയുടെ മക്കളിലും അങ്ങയുടെ അഹ്ലിലും അങ്ങയുടെ ദർസിലും ഇൽമിലും സമ്പത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ആകാശലോകത്ത് നിറങ്ങുന്ന ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന മുഴുവൻ ഫിത്ന ഫസാദുകളെ തൊട്ടും ശത്രുക്കളുടെ ചതിപ്രയോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ സംരക്ഷണം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനും ഈ സമൂഹത്തിനും പ്രത്യേകിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉയർന്നു വരാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ മുഗദാവിൽ കാണാമെന്ന് വ്യക്തിപരമായി തന്നെ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അവരെ മറന്നിട്ടില്ല, അവരുടെയും എല്ലാം ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇനി എന്താണ് നമ്മളാ സോങ് ഒന്ന് പാടണല്ലേ, അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ക്ഷണിച്ചുകൊണ്ട് മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. بشراكم اليوم بشراكم اليوم بشراكم اليوم